ഹലോ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ആൻഡ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിയോളിത്തിക് ഏജും അതുപോലെ തന്നെ ചാൽക്കോളിത്തിക് ഏജും ആണ്. നമ്മൾ ഓൾറെഡി പ്രീഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള പാലിയോളിത്തിക്കും മെസോളിത്തിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിയോളിത്തിക്കിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. ആദ്യം നമ്മൾ നോക്കും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ചാൽക്കോളിത്തിക്കിലേക്ക് കടക്കും. പിന്നെ ഇതിനകത്ത് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് ഇൻഫർമേഷൻ കുത്തി നിറക്കുന്നതിലുപരി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എക്സാം ടാക്കിൾ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ സെഷനിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് അതിനൊരു കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സ്കോളേഴ്സിന്റെ ഒപ്പീനിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും നോക്കാം എന്താണ് നിയോളിത്തിക് ഏജ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ഒരു സ്ലൈഡ് ഞാൻ കാണിക്കാം. സോ നിയോളിത്തിക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു കമ്പാരിസൺ ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട്. ഇത് പിന്നീട് എന്താണ് വേറെ തന്നെ പറയൂട്ടോ. സോ ഇവിടെ നിയോളിത്തിക് എന്ന് പറയുന്നത് ഏതാണ്ട് 6000 BC മുതൽ 3000 BC വരെയുള്ള, ഇത് എക്സാക്ട് എന്ന് ഇതുപോലെ പറയാൻ പറ്റില്ല, പല പല സോഴ്സിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. എന്തായാലും അറൌണ്ട് ഈ ഒരു ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുക, നിയോളിത്തിക് വരിക. ആൻഡ് പിന്നീട് നമുക്ക് ചാൽക്കോളിത്തിക് ആണ് പറയാനുള്ളത്. സോ ചാൽക്കോളിത്തിക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ നിയോളിത്തിക്കും ചാൽക്കോളിത്തിക്കും തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടൈം പീരീഡ് ആണ് ആദ്യം വരുന്നത്, നിയോളിത്തിക് ആണല്ലോ പറയുന്നതിനായിരിക്കും. ആൻഡ് അതിനുശേഷം ചാൽക്കോളിത്തിക് വരുന്നു. ആൻഡ് നിയോളിത്തിക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്റ്റോൺ ഏജ് തന്നെയാണ്. ഓക്കെ, ആ സമയത്ത് സ്റ്റോൺ ടൂൾസ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ പാലിയോളിത്തിക്കൊന്നും മെസോളിത്തിക്കൊന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിയോളിത്തിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സംഗതി ടൂൾസ് സ്റ്റോൺ ഒക്കെ ആയിരുന്നെങ്കിലും അവരെന്ത് ചെയ്തു, അഗ്രികൾച്ചർ തുടങ്ങി. അഗ്രികൾച്ചർ തുടങ്ങിയപ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്യേണ്ടി വന്നു, സെറ്റിൽഡ് ലൈഫും തുടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. സോ ഞാനത് പറയാം. പക്ഷേ നമ്മുടെ ചാൽക്കോളിത്തിക് ഏജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും. അവിടെ സ്റ്റോൺ മാത്രമല്ല ടൂൾ ആയിട്ടുള്ളത്, കോപ്പർ അതല്ലെങ്കിൽ മെറ്റൽ എന്ന് പറയുന്നതും ആരംഭിച്ചു. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോഹങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോഹങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ചാൽക്കോളിത്തിക് പീരീഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കി വെക്കുക, കോപ്പർ സ്റ്റോൺ ഏജ് ആണ് ചാൽക്കോളിത്തിക് എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ മെറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോപ്പർ. ഏറ്റവും ആദ്യമായിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് കോപ്പർ മെറ്റൽ ആണ്. പിന്നെ ചാൽക്കോളിത്തിക്കിൽ ഒരുപാട് റീജിയണൽ കൾച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. കായത, ആഹർ, മാൽവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൾച്ചേഴ്സ് ആണ് ഉള്ളത്. സോ നമ്മൾ അതിന്റെ സൈറ്റുകൾ, സ്റ്റേറ്റുകളൊക്കെ നമ്മൾ വേറെ തന്നെ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ നിയോളിത്തിക്കും ചാൽക്കോളിത്തിക്കും അതിന്റെ ഒരു കമ്പാരിസൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നിയോളിത്തിക്കിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് നോക്കാം എന്താണ് നിയോളിത്തിക് എന്ന് പറഞ്ഞത്. സോ നിയോളിത്തിക്, വാട്ട് ഈസ് നിയോളിത്തിക് ഏജ്? ഇത്രയേ ഉള്ളൂ. നിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ, സോറി ന്യൂ എന്നുള്ളതാണ് അർത്ഥം. ലിത്തിക് എന്ന് വെച്ചാൽ സ്റ്റോൺ എന്നുള്ള അർത്ഥം. സോ നിയോളിത്തിക് എന്ന് വെച്ചാൽ ന്യൂ സ്റ്റോൺ ഏജ്. ഇറ്റ് മീൻസ് നേരത്തെ ഓൾഡ് പാലിയോളിത്തിക്കും പിന്നെ അതിന്റെ മിഡിൽ വരുന്ന മെസോളിത്തിക് ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു, പുതിയ സ്റ്റോൺ ഏജിലേക്ക് വരുന്നതാണ് ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്, നിയോളിത്തിക് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിന്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടമാണ് എന്ത് പറയുന്നത്, നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇനി ഈ നിയോളിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. നമുക്ക് പാലിയോളിത്തിക് എന്ന് വെച്ചാൽ ബിഗ് അല്ലെങ്കിൽ ലാർജ് ടൂൾസ് എന്ന രീതിയിലാണ് വരിക. മെസോളിത്തിക് എന്ന് പറയുമ്പോൾ മൈക്രോലിസ് അല്ലെങ്കിൽ സ്മോൾ സ്റ്റോൺ ടൂൾസ് എന്നുള്ളതാണ്. പക്ഷെ പിന്നെ നമ്മുടെ നിയോളിത്തിക്കിലേക്ക് വരുമ്പോൾ അതിന്റെ മൈക്രോ പ്ലസ് എന്താവുന്നു, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആവുന്നതാണ്. വളരെ മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു, മെസോളിത്തിക്കിന്റെ ഒരു അവസാന കാലത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു ഇനീഷ്യേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അഗ്രികൾച്ചർ തുടങ്ങിയത് ഏത് കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നിയോളിത്തിക്. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. സെറ്റിൽഡ് ലൈഫ്, അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഒക്കെ എന്താണ് നിയോളിത്തിക്കിന്റെ സവിശേഷതകളായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ റീജിയണൽ വേരിയേഷൻ ഒക്കെ ഉണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നിയോളിത്തിക് ആണ്. അതാണ് നിയോളിത്തിക് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിലേക്ക് വരാം. സോ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് തുടങ്ങുന്നത് നിയോളിത്തിക് കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, നമ്മൾ ഇപ്പോ ഹരാരി ഒക്കെ അദ്ദേഹത്തിന്റെ സാപ്പിയൻസിനകത്ത് പറയുന്നത് നമ്മൾ പൊതുവെ എന്താണ് പറയല്, ഹ്യൂമൻ ഡൊമസ്റ്റിക്കേറ്റഡ് വീറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീറ്റിനെ, അതാണല്ലോ ആദ്യത്തെ അഗ്രികൾച്ചറൽ എന്താണ് പറയല് ക്രോപ്പ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം കൃഷി ചെയ്തിട്ടുള്ള ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റ് ആണ്, ഗോതമ്പാണ്. സോ നമ്മൾ പൊതുവെ പറയാറുള്ളത് ഗോതമ്പിനെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നു, നമ്മൾ നിയന്ത്രിച്ചു, നമ്മൾ കൃഷി തുടങ്ങി എന്നൊക്കെയാണ്. അദ്ദേഹം നേരെ തിരിച്ചാണ് പറയുന്നത് വീറ്റ് ഡൊമസ്റ്റിക്കേറ്റഡ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ത് ചെയ്തു,
ഗോതമ്പ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അതുവരെ അലഞ്ഞു തിരിഞ്ഞ് പറയുമ്പോൾ അദ്ദേഹം അതിനെ പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് നടന്നിരുന്ന മനുഷ്യനെ ഗോതമ്പ് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്നുള്ളതാണ്. നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യേണ്ടി വന്നു. ഗോതമ്പിന്റെ കണ്ടെത്തലോടുകൂടി നമ്മൾ കൃഷി ആരംഭിച്ചു നമുക്കറിയാലോ. നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പോകുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. ഇവിടെ വൈൽഡ് അനിമൽസ് വരുന്നുണ്ടോ, കൃഷി നശിപ്പിക്കുന്നുണ്ടോ, പിന്നെ എന്തെങ്കിലും ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുന്നുണ്ടോ, മഴ വരുന്നുണ്ടോ, വെയിൽ വരുന്നുണ്ടോ, എല്ലാം നോക്കിയിരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതുവരെ പരന്ന് നടന്നിരുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ഗോതമ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ഫീച്ചറാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ കൃഷി ചെയ്ത് ധാന്യങ്ങളുടെ വിളവ് നമുക്ക് കിട്ടി. വിളവ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് അത് സൂക്ഷിക്കാൻ സ്ഥലം വേണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പാത്രങ്ങൾ ആവശ്യമായിട്ട് വരുന്നു. അതോടുകൂടി മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു, പോട്ടറി എന്നുള്ളത് സജീവമായിട്ട് നിർമ്മിക്കാൻ തുടങ്ങുന്നു. അതുവരെ കൈ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് മെയ്ഡ് പോട്ടറി ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, വീൽ മെയ്ഡ് പോട്ടറിയും അവർ ആരംഭിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, കറക്കിയിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ച് പിന്നെ കൈ കൊണ്ട് എന്തെങ്കിലും ഷേപ്പ് ആക്കും. മറ്റൊരു കൈ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വീൽ മെയ്ഡ് പോട്ടറി കണ്ടെത്തി. ദെൻ മാസ്റ്ററി ഓവർ കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ. അതും എന്താണ് പറയല്, ഫയർ എന്നുള്ളവർക്ക് നേരത്തെ അറിയാം, കാട്ടിൽ ഫയർ വരെ നേരത്തെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഫയറിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്നാണ്. നമ്മൾ പറയില്ലേ, തീ കത്തിക്കാനല്ല, അത് വേണ്ടപ്പോ കത്തിക്കാനും വേണ്ടപ്പോ കെടുത്താനും കഴിയണം. അതാണ് ഫയറിന്റെ ഒരു കൺട്രോൾഡ് യൂസ് എന്ന് പറയുന്നത്. സോ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ കണ്ടെത്തുന്നു. ഫയർ എന്നുള്ള ഇൻവെൻഷൻ എന്ന് പറയുന്ന മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അതുവരെ ഗുഹയിലെ ഇരുട്ടില് ഭയന്ന് കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഫയർ കണ്ടെത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ള ജീവികളിലൊക്കെ വ്യത്യസ്തമായിട്ട് രാത്രിയോലും അവർക്ക് വെളിച്ചുണ്ടാവുന്നു. മറ്റുള്ള ജീവികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പേടിയുള്ള ഫയർ എന്നുള്ള ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരെ അറ്റാക്ക് ചെയ്യാനൊക്കെ മനുഷ്യന് പറ്റി എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത്, മനുഷ്യന് ഈ ഗുഹന്റെ അകത്ത് ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പ് വിന്ററൊക്കെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും. പക്ഷെ തീ കണ്ടെത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ തണുപ്പ് മാറി, ഗുഹയുടെ അകത്ത് വെളിച്ചം വന്നു. ഗുഹയുടെ അകത്തുള്ള ആനിമൽസിന്റെ ശല്യവും മറ്റു സ്നേക്സിനെ പോലത്തെ ശല്യമൊക്കെ എന്ത് ചെയ്തു, അവർക്ക് അതിനൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെടാനായിട്ട് പറ്റി. എനിവേസ് ഞാൻ പറഞ്ഞിരുന്നത് കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ തുടങ്ങുന്നു. ദെൻ അവയർനെസ് ഓഫ് കോപ്പർ ആൻഡ് ഇറ്റ്സ് യൂസസ്. അതായത് നിയോളിത്തിക്കിന്റെ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പറിനെ പറ്റിയുള്ള ചെറിയ ധാരണയൊക്കെ അവർക്ക് വരുന്നു. പിന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോപ്പറും ഇതൊക്കെ സജീവമായിട്ട് ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും, ചാൽക്കോലിത്തിക് എന്നുള്ള പേരിൽ മാറ്റി പറയും എന്ന് മാത്രമേ ഉള്ളൂ. സോ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചേഞ്ചസ് ഒക്കെ മനുഷ്യ ചരിത്രത്തിൽ വന്നിട്ടുള്ളതാണ്. മേജർ ട്രാൻസിഷൻ ഫ്രം ഹണ്ടിങ് ഗാദറിംഗ് ടു അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ. അതായത് അന്നേ വരെ മൃഗങ്ങളെ വേട്ടയാടിയും പൊറുക്കി തിന്ന്, നമ്മൾ പറയില്ലേ പൊറുക്കികളായിരുന്നു മനുഷ്യന്മാര്. അത് എങ്ങനെ അറിയാം, ഈ കായ്കനികളൊക്കെ ശേഖരിച്ചിട്ടൊക്കെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചർ, കൃഷിയും അതുപോലെ തന്നെ മൃഗപരിപാലനവും തുടങ്ങി എന്നുള്ളതാണ്. സോ എന്താണ് നിയോളിത്തിക് റവല്യൂഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് നടത്താം. സോ നിയോളിത്തിക് റവല്യൂഷൻ, ഇനി അതാരാ പറഞ്ഞത് പറയാൻ കേട്ടോ, അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നെറ്റ് എക്സാം എന്ന് മാത്രമല്ല സെറ്റ് എക്സാമിനും HST ഒക്കെ ചോദിക്കുന്നതാണ്. സോ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഫ്രം വൈൽഡ് ഫുഡ് ഗാദറിംഗ് ടു കൾട്ടിവേഷൻ. അതായത് നമ്മൾ നേരത്തെ അലഞ്ഞു തിരിഞ്ഞ് തെരഞ്ഞു നടന്നിരുന്നത് ഇപ്പൊ എന്ത് ചെയ്യുന്നു, കൾട്ടിവേഷനിലേക്ക് മാറി. ദെൻ പ്രധാനപ്പെട്ട ക്രോപ്സ് എന്ന് പറഞ്ഞ് തുടക്കത്തിൽ വീറ്റ്, പിന്നീട് ബാർലി, പിന്നീട് റൈസ് അല്ലെങ്കിൽ പാഡി, ഇത് മൂന്നും എന്ത് ചെയ്യുന്നു, കൾട്ടിവേഷനിലേക്ക് അവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് കൾട്ടിവേഷൻ ആരംഭിച്ചത് ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക, ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് റീജിയനിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് തുടങ്ങുന്നത്. സോ ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ് പറയാം. ഓക്കെ, പിന്നീട് അതിനകത്ത് വരുന്നത് എനേബിൾഡ് സർപ്ലസ് ഫുഡ് പ്രൊഡക്ഷൻ. സോ ഇതിനകത്ത് വീറ്റ്, ബാർലി, പാഡി തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവര് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങൾ, ഇറാഖ്, ജോർദാൻ ഇങ്ങനെയുള്ള ആ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനകത്ത് വരുന്ന ഏരിയ കേട്ടോ. പിന്നെ എനേബിൾഡ് സർപ്ലസ് ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ആരംഭിക്കുന്നു. അതായത് ഫുഡ് പ്രൊഡക്ഷൻ തുടങ്ങിയതോടുകൂടി സർപ്ലസ് ഉണ്ടാവുന്നു, ഭക്ഷ്യസുരക്ഷ അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് ഓരോ ദിവസത്തെയും ഫുഡ് കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലേക്കുള്ള ഫുഡ് അവർക്ക് ഓൾറെഡി റിസർവിൽ വെക്കാനായിട്ട് പറ്റി എന്നതൊക്കെയാണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ ലെഡ് ടു സെഡൻഡറി ലൈഫ് എന്ന് വെച്ചാൽ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും അവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ
ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് വരുന്നു. കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, പിഗ് തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവരൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും എന്തിനാണ്? അവർക്ക് ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? കൃഷിയിൽ കാറ്റിന്റെ ഒക്കെ ഉപയോഗവും അവർക്കുണ്ടായിരുന്നു. പിന്നെ മിൽക്കിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്നു. ഇവിടെ പല ഈ ഡൊമസ്റ്റിക്കേഷനെ പറ്റിയിട്ടൊക്കെ ഹരാരിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ നിലവിൽ നമുക്കറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ അഭിപ്രായത്തെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാല് ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് തുടങ്ങിയോട് കൂടിയിട്ട് അനിമൽസിന്റെ സമാധാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ സ്വൈര ജീവിതത്തിന് അത് ബാധിച്ചു എന്നുള്ളതാണ്. ഇൻ സിമ്പിൾ വേർഡ്സ് അദ്ദേഹം പറയുന്നത് നമ്മളൊരു ചിക്കന്റെ കേസാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഒരുപാട് വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മുടെ കയ്യിലിട്ടോട് എന്ത് ചെയ്യുന്നു? ചിക്കന്റെ ഫാമുകൾ നമ്മൾ ഉണ്ടാക്കി വെറും 40-45 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ചിക്കൻ നമ്മുടെ ടേബിളിലേക്ക് പൊരിച്ചിട്ടോ വറുത്തിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ആക്കിയിട്ടോ എന്തായാലും അതില് കറിയാക്കിയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ എത്തിക്കാൻ വേണ്ടി തുടങ്ങിയെന്നുള്ളതാണ്. സോ അദ്ദേഹം ഈ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ അതിനെ കാണുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിവേസ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, പിഗിനൊക്കെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. പിന്നെ പ്ലാൻ സെലക്റ്റീവ് ബ്രീഡിംഗ് ആൻഡ് സേവിങ് ഹാർവെസ്റ്റ് ഫോർ ഫ്യൂച്ചർ പ്ലാന്റിങ്. അതായത് ഈ പ്ലാന്റിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമ്പോ നമ്മുടെ പഴയ കാലത്തെ വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നുള്ള വീറ്റിനെ പോലത്തെ വീറ്റ് ഒന്നല്ല, അത് ആൻഷ്യൻ വീറ്റ് ആണ്. അതായത് അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ പറയുക, സെലക്റ്റീവ് ബ്രീഡിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത്. അതായത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ള സീഡിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, പിന്നെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അങ്ങനെ അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ എടുക്കും. ഇതാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറിനകത്തും ആനിമൽ ബ്രീഡിങ്ങിനകത്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു 1000 അല്ലെങ്കിൽ 2000-3000 വർഷം മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന സെയിം ഫീച്ചേഴ്സ് അല്ല ഇപ്പൊ നമുക്കുള്ള വിത്തുകൾക്കൊക്കെ. അതിന് സയന്റിഫിക് ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ട്. അതല്ലാത്ത രീതിയിലുള്ള സെലക്റ്റീവ് ബ്രീഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ഈ പശുവിനൊക്കെ പഴയ കാലത്തെ പശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആടിന്റെ ഒരു സൈസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ ഒരു മിൽക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പൊ നമുക്കറിയാം പശുക്കൾ എന്ന് വെച്ചാൽ എന്താണ് പറയുക, ലിറ്റേഴ്സ്, 20 ലിറ്റേഴ്സും 25 ലിറ്റേഴ്സും ഒക്കെ പാൽ കിട്ടുന്ന പശുക്കളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിന്റെ ഭാഗമായിട്ട് മാറ്റി മാറ്റി എടുത്തിട്ടുള്ള സംഗതികളാണ്. എനിവേസ് അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും ഡൊമസ്റ്റിക്കേഷൻ, അതുപോലെ പ്ലാന്റ്സ് ആനിമൽസിന്റെ ഡൊമസ്റ്റിക്കേഷൻ. എക്കണോമിയിലേക്ക് വരികയാണെങ്കിൽ എക്കണോമിക് സ്പെഷ്യലൈസേഷൻ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഒരു ഘട്ടമാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഒക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. ദെൻ അർബനൈസേഷനിലേക്ക് എത്തുന്നു. ചാൽക്കോളിത്തിക് ഫേസിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. സെറ്റിൽഡ് ലൈഫിലേക്കൊക്കെ എത്തുന്നു. എന്തായാലും നിയോളിത്തിക് എന്നുള്ളത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു ഇവന്റിന് അല്ലെങ്കിൽ ഇത്രയും മാറ്റങ്ങളെ ഒരാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിയോളിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ആളുടെ പേരാണ് ദ ഫേമസ് ഹിസ്റ്റോറിയൻ വി ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്നത്. ഗോർഡൻ ചൈൽഡ് ആണ് ചെയ്യുന്നത് നിയോളിത്തിക് റവല്യൂഷൻ എന്നുള്ളൊരു ടേം മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഇത്രയും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. സോ അദ്ദേഹത്തിന്റെ മാൻ മേക്സ് ഹിംസെൽഫ് പുസ്തകങ്ങൾ ജസ്റ്റ് പഠിച്ചു കേട്ടോ. മാൻ മേക്സ് ഹിംസെൽഫ്, മാൻ മേക്സ് ഹിംസെൽഫ് 1936, 1936 ചെയ്യുന്നത്. മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനകത്താണ് ശരിക്കും ഒരു നിയോളിത്തിക് റവല്യൂഷൻ എന്നുള്ള ഒരു ആശയം അദ്ദേഹം പങ്കുവെക്കുന്നത്, മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് അദ്ദേഹം എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ഈ പുസ്തകത്തിനകത്താണ് അദ്ദേഹം കൂടുതൽ ഈ പറഞ്ഞ നിയോളിത്തിക് റവല്യൂഷൻ എന്നുള്ള ആശയത്തിനെ എലാബറേറ്റ് ചെയ്യുന്നത്. 1942 ആണ് ചെയ്യുന്നത് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ഗോർഡൻ ചൈൽഡ് എഴുതുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകം എന്നുള്ള രീതിയിൽ ചോദിക്കൂട്ടോ. സോ ഗോർഡൻ ചൈൽഡിന്റെ പുസ്തകമാണ് മാൻ മേക്സ് ഹിംസെൽഫ്, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. അതിനകത്തൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ നിയോളിത്തിക് റവല്യൂഷൻ എന്നുള്ള ആ ഒരു ആശയത്തിനെ കൂടുതൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എലാബറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടാണ് അതിനെ നിയോളിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് പോകുന്നില്ല. ഇനി ആദ്യമായിട്ടുള്ളൊരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റിൽ നടക്കുന്നത് മെഹർഗഡിലാണ്. ഏർലിയസ്റ്റ് അഗ്രികൾച്ചറൽ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് മെഹർഗഡ് എന്നാണ്. മെഹർഗഡ് എന്ന് പറയുന്ന ഒരേ സമയം നിയോളിത്തിക് സൈറ്റ് അതുപോലെ തന്നെ ഒരു ചാൽക്കോളിത്തിക് സൈറ്റ് ഒക്കെ തന്നെയാണ്. ആൻഡ് മെഹർഗഡിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി കച്ചി പ്ലെയിൻസ് ഓഫ് ബലൂചിസ്ഥാൻ. ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ബോളൻ റിവർ വാലിയിലാണ് എന്ത് ഈ പറഞ്ഞ മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 7000 BC മുതലൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിൽമെന്റ് ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ സൗത്ത് ഏഷ്യ. ഈ സൗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് അല്ലെങ്കിൽ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻ റീജിയണിൽ ആദ്യത്തെ അഗ്രികൾച്ചറൽ എവിഡൻസ് കാണുന്നത് പറഞ്ഞ മെഹർഗഡിലാണ്. ദെൻ അതിന് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്
അവരവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു 6 റോ ബാർലി, എമർ വീറ്റ്, എയിൻകോൺ വീറ്റ്. ഇതൊക്കെ എന്താണ്? വീറ്റിന്റെ ഓൾഡ് വേരിയൻസ് ആണ് എമർ വീറ്റ്, എയിൻകോൺ വീറ്റ് എന്നൊക്കെ പറയുന്നത്. സോ അതാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ഇന്നത്തെ വീറ്റിന് ഒരുപാട് വ്യത്യാസം അതിനുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സോ അത്തരത്തിലുള്ള വീറ്റുകളൊക്കെ അവർ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഉണ്ടായിരുന്നു. ഷീപ്പ്, ഗോട്ട്, കാറ്റിലൊക്കെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. ഓൾസോ പോളിഷ്ഡ് സ്റ്റോൺ ആക്സ്, ദെൻ ക്യോൺസ് ഒക്കെ ചതക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ. മൈക്രോലിറ്റ്സ്, ബോൺ ടൂൾസ് ഒക്കെ പ്രധാനമായിട്ടും സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെ നീഡിലൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും മൈക്രോലിറ്റ്സ് നമുക്കറിയാം ചെറിയ സ്മോൾ ടൂൾസ് ആണ്. അത് ആരോ ഹെഡ്, സ്പിയർ ഹെഡ് ഒക്കെ ആയിട്ട് അവര് ഈ പറഞ്ഞ വടിയുടെ ഒക്കെ തലപ്പത്ത് കെട്ടിവെക്കാണ് ചെയ്യാറുള്ളത്. സോ ഇത്തരത്തിലുള്ള ടൂൾസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ലൈഫ് സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ സെമി നൊമാഡിക് പാസ്റ്ററലിസ്റ്റ് ഇൻ മഡ് ഹൗസസ്, അവർ താമസിക്കുന്ന മഡ് ഹൗസുകളിലൊക്കെ ആയിരുന്നു. സെമി നൊമാഡിക് ആയിട്ടുള്ള പാസ്റ്ററലിസ്റ്റുകളായിരുന്നു. കൃഷിയും അതുപോലെ തന്നെ കന്നുകാലി മേഖലയൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കൈൻഡ് ഓഫ് സെറ്റിൽമെന്റ് ലൈഫ്, അല്ലെങ്കിൽ ഒരു കാലത്തേക്ക് അവിടെ സെറ്റിൽ ആവും, പിന്നെ അടുത്ത ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന രീതിയിലൊക്കെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. Then burials near or inside homes with god bones and ornaments. So ഇത്തരത്തില് അവരുടെ ബറിയലിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ വീടിനകത്തോ അല്ലെങ്കിൽ വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അവര് ബറി ചെയ്തിരുന്നു. ഗോഡ് ബോണുകൾ അല്ലെങ്കിൽ ആടുകളൊക്കെ കൂടെ അടക്കം ചെയ്തതായിട്ട് ഓർണമെന്റ്സ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മെഹർഗഡിന്റെ ഒരു ലേറ്റർ ഫേസിലേക്ക് വരികയാണെങ്കിൽ പോട്ടറി മേക്കിംഗ് ഏതാണ്ട് 6500 BC മുതൽ അവിടെ കാണാനായിട്ട് പറ്റും. ദെൻ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ആൻഡ് ഗ്രേപ്പ്, നേരത്തെ ഉണ്ടായിരുന്നത് വീറ്റും ബാർലിയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് കോട്ടൺ, ഗ്രേപ്പ് ഒക്കെ അവിടെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ജസ്റ്റ് നേരത്തെ പറയാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ വീറ്റാണ് നമ്മൾ എന്ത് ആദ്യമായിട്ട് കൃഷി ചെയ്തിട്ടായത്. ദെൻ പറഞ്ഞിട്ടായത് ഫെർട്ടൈൽ ക്രസന്റ് മേഖലയിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് കൃഷി ആരംഭിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, പിന്നെ അതിനകത്ത് ഇവർക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അഫ്ഗാനിസ്ഥാനിൽ അവർ ലാപ്പിസ് ലസൂലി ട്രേഡ് ചെയ്തിരുന്നു, അതുപോലെ ഇറാനിന്ന് ടർക്കോസ്. ഇതിനകത്ത് ഇത്തരത്തിലുള്ള ട്രേഡ് ഒക്കെ, ഇതിന്റെ മെഹർഗഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രീ ഇൻഡസ് അല്ലെങ്കിൽ ഒരു ഇൻഡസിന്റെ ഒരു മുൻപത്തെ ഒരു സിവിലൈസേഷൻ ആണ്, അറിയുന്നുണ്ടായിരിക്കും. അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇൻഡസ് വാലി ഡെവലപ്പ് ആയിട്ടുള്ളത്. ദെൻ വീൽ മെയ്ഡ് പോട്ടറി വിത്ത് എലാബറേറ്റ് ഡിസൈൻസ്, വീൽ മെയ്ഡ് പോട്ടറി അവർ യൂസ് ചെയ്തിരുന്നു. ദെൻ പോപ്പുലേഷനിൽ ഗ്രോത്ത് ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ അഗ്രികൾച്ചറും സെറ്റിൽഡ് ലൈഫ് ഒക്കെ വരുമ്പോഴാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ കുറഞ്ഞ് ഒരുപാട് ത്രെട്ട് അനുഭവിച്ചിരുന്ന, ഒരുപാട് ഇൻസെക്യൂർ ആയിരുന്ന പോപ്പുലേഷൻ ആയിരുന്നെങ്കിൽ പിന്നീട് സുരക്ഷിതമായിട്ട് മനുഷ്യന്മാരുടെ ജനസംഖ്യ വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. ഏർലി സയൻസ് ഓഫ് കോപ്പർ വർക്കിംഗിന്റെ പഴയ കാലത്ത് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കോപ്പർ യൂസ് ചെയ്ത് തുടങ്ങുന്നതായിട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒരു ചാൽക്കോളിത്തിക്കിലേക്ക് പോകുന്ന ഒരു ലക്ഷണം. ഫസ്റ്റ് കമ്പൈൻഡ് എവിഡൻസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് കാറ്റിൽ, ഷീപ്പ്, ഗോഡ്, വീറ്റ് ആൻഡ് ബാർലി, ഇതിന്റെയൊക്കെ എവിഡൻസ് കാണുന്നുണ്ട്. ദെൻ വൈൽഡ് ടു ഡൊമസ്റ്റിക്കേറ്റഡ് വെറൈറ്റീസ്, അതിനകത്ത് എന്താണ് പറയുക, ആദ്യം വൈൽഡ് ആയിട്ടുള്ള സംഗതികളാണ് പിന്നീട് എന്ത് ചെയ്യുന്നു ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്തേക്ക് മാറുന്നത് കാണാനായിട്ട് പറ്റും. ദെൻ ഗ്രൗണ്ട് വർക്ക് ഫോർ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലിയുടെ തുടക്കം ഇവിടെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിയോളിത്തിക് സൈറ്റുകളെ സംബന്ധിച്ച് നിയോളിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന സംഗതിയാണ് സൈറ്റുകൾ, ഓരോ റീജിയണൽ സൈറ്റുകൾ, കാശ്മീർ വാലിയിലെ, നോർത്ത് ഈസ്റ്റിലൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ പിറ്റ് ഡ്വെല്ലിംഗ് ഉണ്ടായിരുന്നത് ഏത് സൈറ്റിലാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് എക്സാമിന് കൂടുതലായിട്ടും കാണാറുള്ളത്. ഓക്കെ, സോ ഇതില് നോക്കുക, ഇവിടെ ബുർസാവം, ഗുഫ്രൽ, ദെൻ ഹരിപരികോം, സോംപൂർ, ഇതൊക്കെ കശ്മീരിലെ ഇൻഡസ് വാലി സൈറ്റുകളാണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ ബുർസാവം, ഗുഫ്രൽ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ അധികം ചോദിച്ചില്ല കേട്ടോ. ഹരിപരികോം, സോംപൂർ, ഇതിനകത്ത് ഇത് രണ്ടും ഗുഫ്രൽ, ബുർസാവം ഓർത്ത് വെക്കുക. സോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് വെച്ചാൽ പിറ്റ് ഡ്വെല്ലിങ്സ് എന്നുള്ളതാണ്. പിറ്റ് ഡ്വെല്ലിങ്സ് എന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി, ഈ കശ്മീരിലൊക്കെ കുറച്ച് തണുപ്പുള്ള പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ അവിടെ പുറത്ത് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഇവര് കുഴി ഒഴിച്ചിട്ട്, അതായത് ഒരു കേവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതായത് ആഴത്തിലേക്ക് പിറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ചെയ്തിട്ടുള്ളത് അവര് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ സർക്കുലർ ഓർ ഓവൽ പിറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പിറ്റുകൾ അവർ ഉണ്ടാക്കിയിരുന്നു. അത് കുഴി കുഴിച്ച് മണ്ണിന്റെ അടിയിലേക്ക് കുഴിച്ചിട്ടുണ്ടാക്കുന്ന പിറ്റുകൾ സർക്കുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ലാർജസ്റ്റ് പിറ്റ് എന്ന് പറഞ്ഞാൽ 2.74 മീറ്റർ ടോപ്പ് ആൻഡ് 49 മീറ്റർ ബേസ്, 3.95 മീറ്റർ ഡെപ്ത്, ഇങ്ങനെയുള്ള ആഴവും ഉയരവും അതിന്റെ അടിഭാഗമൊക്കെ എത്രയെന്നൊക്കെ നോക്കിയിട്ട് പല പല അളവിലുണ്ടായിരുന്നു. അളവൊന്നും ചോദിക്കില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് വരുന്ന അണ്ടർഗ്രൗണ്ട് ഡ്വെല്ലിങ്സ് വിത്ത് സ്റ്റെപ്സ് ആൻഡ് ലാഡർ ആക്സസ്, ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു ഇതിനകത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സും ലാഡറും ഒക്കെ അവർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത്
സൂപ്പർ സ്ട്രക്ചർ ടോപ്പിൽ എന്ത് ചെയ്യുന്നു അവര് വുഡും ബിർച്ച് വുഡ് തച്ചിന്റെ എന്താണ് പറയല് ഈ മുകളിൽ നമ്മള് ഓല മേയാന്നൊക്കെ പറയല്ലോ അതുപോലത്തെ മരങ്ങളൊക്കെ ഉപയോഗിച്ച് കുറെ പുല്ലും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അവരത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതാണ് പിഗ് ഡ്വെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമായിരിക്കും ഈ പിഗ് ഡ്വെല്ലിങ്സിൽ എന്തുണ്ടായിരുന്നു ആഷ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ചാരം. ഓക്കെ, അതായത് അറിയാലോ പിറ്റിനകത്താണ് താമസിക്കുന്നത്. ഒന്നാമത് തണുപ്പിന്റെ നിന്ന് രക്ഷ നേടാനും വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് ഈ തണുപ്പിനകത്ത് അവർ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യും, അവരവിടെ കത്തിക്കും. അപ്പൊ കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് വെണ്ണീറുകൾ ചാരങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി അവരുടെ ബെറിയൽ പ്രാക്ടീസിലേക്ക് വരികയാണെങ്കിൽ ഹ്യൂമൻ ആൻഡ് ആനിമൽ സ്കെൽട്ടൺ ഇൻ പിറ്റ്സ്, കുഴികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഹ്യൂമണും ആനിമൽ സ്കെൽട്ടണും ഉള്ള രീതിയിലുള്ള പിറ്റ്സ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്കൾസ് വിത്ത് ട്രീ പാനിങ് ബോർഡ് ഹോൾ മാർക്ക്, ഇത്തരത്തിലുള്ള സ്കൾസ് ഒക്കെ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഡോഗ്സ് ബെറീഡ് വിത്ത് ദെയർ മാസ്റ്റേഴ്സ്, അതിന്റെ ഉടമസ്ഥരുടെ കൂടെ ബറി ചെയ്തിട്ടുള്ള ഡോഗുകളെ കണ്ടിട്ടുണ്ട്. സ്കെൽട്ടൺസ് ഇൻ സിറ്റിംഗ് പൊസിഷൻ, അതായത് കിടക്കുന്നതല്ല പലപ്പോഴും ഇരിക്കുന്ന രീതിയിലുള്ള പൊസിഷനിലുള്ള സ്കെൽട്ടൺ ഒക്കെ കണ്ടിട്ടുണ്ട്. ദെൻ പോട്രി കോസ് ഗ്രേ പോട്രി ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ കാശ്മീർ നിയോളിത്തിക് സൈറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ബുർജാവും കുഫ്ക്രോൺ ഓർത്തു വെക്കുക. ആൻഡ് ഇവിടെ പിറ്റ് ഡ്വെല്ലിങ്സ് ഉണ്ടായിരുന്നു എന്നും ഓർത്തു വെക്കുക. പിറ്റിനകത്ത് ആഷ് ഉണ്ടായിരുന്നു എന്നും ഓർത്തു വെക്കുക. ഇനി നിയോളിത്തിക് സൈറ്റ്സ് വിന്ധ്യ റേഞ്ച്, വിന്ധ്യ ഗംഗ റേഞ്ച്, ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഈ ഫെർട്ടൈൽ ഗംഗ പ്ലെയിൻസ് അതുപോലെ വിന്ധ്യൻ ഹില്ലി ട്രാക്ട്, ഈ റീജിയണിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് നിയോളിത്തിക് സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ചൊപ്പാനിമെൻഡോ, കൊൽദിവ, മഹാഗര, ദെൻ ലഹുരദേവ. ഇതിനകത്ത് മഹാഗര ഓർത്തു വെക്കുക, കൊൽദിവ ഓർത്തു വെക്കുക. ചൊപ്പാനിമെൻഡോ നമ്മൾ നേരത്തെ ഈ മെസോളിത്തിക്കിന്റെ ഒക്കെ സമയത്ത് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ കൊൽദിവ എന്നുണ്ട് പറയാ, കൊൽദിവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ റൈസ് കൾട്ടിവേഷന്റെ സെന്റർ ആണിത് കൊൽദിവ എന്ന് പറയുന്നത്, മറന്നുകൊണ്ട. ആൻഡ് വീറ്റ് കൾട്ടിവേഷന്റെ ലോകത്തിലെ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫെർട്ടൈൽ ക്രസന്റ് ആണ്. അതേസമയം ഇന്ത്യയിൽ അത് മെഹർഗഡുമാണ്, മറന്നു പോകരുത്. ദെൻ സർക്കുലർ ഹട്ട് മെയ്ഡ് ഓഫ് ടിമ്പർ പോസ്റ്റ് ആൻഡ് തച്ച്, നേരത്തെ പറഞ്ഞു ഇവരുടെ വീടുകൾ അല്ലെങ്കിൽ ഹട്ടുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മരങ്ങളും പുല്ലും ഒക്കെ മേഞ്ഞിട്ടുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഹട്ടുകൾ അവർ നിർമ്മിച്ചിരുന്നു. ദെൻ സ്റ്റോൺ ബ്ലേഡ്സ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റോൺ ആക്സ്, ഇത്തരത്തിലുള്ള സ്റ്റോൺ കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ബോൺ ടൂൾസും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ക്രൂഡ് ഹാൻഡ് മെയ്ഡ് പോട്ടറി വിത്ത് കോഡ് ഓർ ബാസ്കറ്റ് ഇംപ്രഷൻസ്, ഇത്തരത്തിലുള്ള എന്താണ് പറയുക ഹാൻഡ് മെയ്ഡ് പോട്ടറികളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ദെൻ മഹാഗരയിലേക്ക് വരികയാണെങ്കിൽ എവിഡൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ബാർലി കൾട്ടിവേഷൻ, സ്മാൾ കാറ്റിൽ പെൻ എക്സ്കവേറ്റഡ്, ഇത്തരത്തിലുള്ള മഹാഗരയില് ബാർലി കൾട്ടിവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ എന്താണ് പറയല് കാറ്റിൽ പെൻ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഓർത്തു വെക്കേണ്ടതാണ് മഹാഗര ബാർലി കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു, കൊൽദിവ റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. ഇനി വരുന്നത് നിയോളിത്തിക് സൈറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മസ്കി, പിക്ലിഹൽ, ബ്രഹ്മഗിരി, തെക്കൽകോട്ട, സംഗൻകല്ല്, പുത്നൂർ, നാഗാർജുനകൊണ്ട, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിയോളിത്തിക് സൈറ്റുകൾ എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് അക്രമിക് നിയോളിത്തിക് ഓൺലി ഫ്ലേക്ക് ടൂൾസ് ഫൗണ്ട്, അതുപോലെ തന്നെ മെച്ചുവർ നിയോളിത്തിക് അതിനകത്ത് ഫോക്കസ് ഓൺ ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്കൻഡറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിനെ തന്നെ നമുക്ക് നിയോളിത്തിക്കിനെ തന്നെ ഡിഫറെന്റ് ഏജിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അക്രമിക് നിയോളിത്തിക് ഇതൊന്നും വളരെ റെലവെന്റ് ഒന്നല്ല കേട്ടോ, ജസ്റ്റ് കൂട്ടിയതേ ഉള്ളൂ. ദെൻ മെച്ചുവർ നിയോളിത്തിക്, ദെൻ നിയോളിത്തിക് ചാൽക്കോളിത്തിക്, അതായത് നിയോളിത്തിക്കിന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ നിയോളിത്തിക് ചാൽക്കോളിത്തിക് എന്ന് പൊതുവെ പറയാറുണ്ട്. ദെൻ ആഷ് മൗണ്ട്സ് ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, പുത്നൂർ, കുപ്പകൽ, ദെൻ കൊടക്കൽ, പല്ലവോ. ഈ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആഷ് മൗണ്ടുകൾ. ഇവിടെ പറയുന്നത് വെച്ചാല് ദേ ബേൺഡ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കൗഡംഗ് എന്നാണ്. ഇത്തരത്തിലുള്ള ചാണകം എന്ന് പറയുമ്പോൾ നമ്മൾ ഉണങ്ങിയ ചാണകം എന്നാണ്, അതിനെന്ത് ചെയ്യുന്നു ധാരാളമായിട്ട് അവർ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരത് ഉപയോഗിച്ചിരുന്നു. അവര് ചൂടിനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ലാർജ് ക്വാണ്ടിറ്റിയിൽ അവർ കിട്ടി. പലരും ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് അവർ അത്തരത്തിലുള്ളത് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റ് സെമി നൊമാഡിക് പാസ്റ്ററലിസ്റ്റ് വിത്ത് ലാർജ് കാറ്റിൽ ഹെർഡ്സ്. പിന്നെ അവർക്ക് ഇത്രയും ഈ കൗഡംഗ് കിട്ടണമെങ്കിൽ അവരെന്തായിരുന്നു അത്യാവശ്യം നൊമാഡിക് ആയിട്ടുള്ള പാസ്റ്ററലിസ്റ്റുകളായിരുന്നു. എന്താണ് കൃഷിയിലേക്കാൾ ഉപരി അവർ ഈ പറഞ്ഞ കാറ്റിൽ വെൽത്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഇനി ഈസ്റ്റേൺ ഇന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള
നിയോളിത്തിക് സൈറ്റുകളാണ്. ഇതും എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സോ ഒറീസയിലെ കുച്ചായി, ബൈദിപൂർ, സൻഗർഗഞ്ച്, ദെൻ സുലാബിതി, ഇതൊക്കെ ഒറീസയിലെ സൈറ്റുകളാണ്. ദെൻ നോർത്ത് ഈസ്റ്റ് ഇത് ഒരുപാട് ചോദിച്ചാണ് ഡയോജലി ഹൈഡിങ് എന്ന് പറയുന്നത്. സോ ഇത് ഗാരോ ഹിൽസ്, അസമിലെ ഗാരോ ഹിൽസിലാണ് ഡയോജലി ഹൈഡിങ് എന്ന് പറയുന്ന നിയോളിത്തിക് സൈറ്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരുപാട് നിയോളിത്തിക് ടൂൾസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഗുവാഹത്തി അല്ലെങ്കിൽ അസമിൽ മറ്റൊരു സൈറ്റാണ് സരുദാരു എന്ന് പറയുന്നത്. മണിപ്പൂരിലെ ഒരു സൈറ്റാണ് നാപ്ചിക് എന്ന് പറയുന്നത്. സെബാൽഗിരി ആൻഡ് പിന്ദ്രാലാങ്ക് എന്നൊക്കെ പറയുന്നത് മേഘാലയയിലെ ഈ ഒരു നിയോളിത്തിക് സൈറ്റുകളാണ്. ഈ ചിരന്ത് എന്ന് പറയുന്നത് ബീഹാറിലെ നിയോളിത്തിക് സൈറ്റ് ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബീഹാറിലെ നിയോളിത്തിക് സൈറ്റ് ആണ് ചിരാന്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ വരും, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട്. പിന്നെ മൾട്ടി ക്രോപ്പ് കൾട്ടിവേഷൻ ഇവിടെ കണ്ടിട്ടുണ്ട്. വീറ്റ്, പാഡി, ബാർലി, ഗ്രാം, ലെൻഡിൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവയൊക്കെ മൾട്ടി ക്രോപ്പ് ആയിട്ട് ഒരുപാട് ഒരേ സമയം കൃഷി ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ ഷീപ്പ്, ഗോഡ്, കാറ്റിലൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. അവിടെ പോട്ടറി എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, അതുപോലെ പോളിഷ്ഡ് റെഡ് ഓർ ബ്ലാക്ക് വെയറുകളൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ഇനി നിയോളിത്തിക് ടൂൾ മേക്കിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പോളിഷ്ഡ് സ്റ്റോൺ ആക്സ്, ദെൻ അഡ്സസ്, ഹോസ്, ചിസൽസ് ഇങ്ങനെയുള്ള ഒരുപാട് ടൂൾസുകളൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും പോളിഷ്ഡ് എന്നുള്ള വാക്ക് മറന്നു പോകരുത്. പിന്നെ അതിനകത്ത് വരുന്നത് ഹാർഡ് റോക്കുകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്, ലൈക്ക് ബസാൾട്ട് ഓർ ഡോളറൈറ്റ്. ഇതൊക്കെ ഡിഫറെന്റ് റോക്കുകളുടെ എന്താണ് പറയുക നെയിംസ് ആണ്. നിങ്ങളത്തിൽ ഓർത്തൊക്കെ ഹാർഡ് റോക്കുകൾ അവർ യൂസ് ചെയ്തിരുന്നു. പിന്നെ എങ്ങനെ ഇതിന് ടൂൾസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഫ്ലേക്കിംഗ്, പെക്കിംഗ്, ഗ്രൈൻഡിങ്, ഇതൊക്കെ ഈ ഒരു ടേംസ് ഓർത്ത് വെക്കുക. ഫ്ലേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു സ്റ്റോൺ എന്ത് ചെയ്യും, റിമൂവിങ് ലാർജ് ചങ്ക്സ് ഓഫ് സ്റ്റോൺസ് ടു ക്രിയേറ്റ് ബേസിക് ഷേപ്പ്. നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അതിന്റെ ഒരുപാട് പീസുകൾ നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ പെക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനൊന്നുകൂടി റിഫൈൻ ചെയ്യാണ്, ബൈ നോക്കിംഗ് ഓഫ് സ്മോൾ ചിപ്സ്, ചെറിയ ചെറിയ പീസുകൾ കളഞ്ഞിട്ട് അതിനെ ഒന്നുകൂടി റിഫൈൻ ചെയ്യുന്നു. ഗ്രൈൻഡിങ് എന്ന് വെച്ചാൽ പിന്നെ അതിന്റെ സർഫേസ് സ്മൂത്ത് ആക്കും അല്ലെങ്കിൽ പോളിഷ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഷൈനി ടൂൾസ് ആക്കിയിട്ട് ഭയങ്കര ഷാർപ്പാക്കി എടുക്കുന്ന പ്രോസസ്സാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്സ് അവർ ടൂൾസ് ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇവരെ പറ്റി പറയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, ഇവർ ഹൈലി അഡ്വാൻസ്ഡ് ദാൻ പാലിയോളിത്തിക് ആൻഡ് മെസോളിത്തിക്. അവരെക്കാളൊക്കെ ഒരുപാട് ഗംഭീരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആരുണ്ടാക്കിയിരുന്നു, നിയോളിത്തിക് പീപ്പിൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇനി നിയോളിത്തിക് ഏജിൽ പോട്രിയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞു, പോട്രി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് അവിടെ മാറുന്നു. കാരണം അഗ്രികൾച്ചർ തുടങ്ങിയതുകൊണ്ട് തന്നെ അതൊക്കെ സൂക്ഷിക്കാനും അതിന് കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ആവശ്യമായിട്ട് വരുന്നു, പോട്രി ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ അത് ബോത്ത് റിലീജിയസ് ആൻഡ് എക്കണോമിക് പർപ്പസിൽ ഈ പറഞ്ഞ പോട്രി എന്നുള്ളത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറുന്നു. ഇറ്റ്സ് മൂവ് ടുവാർഡ്സ് ഓർഗനൈസ്ഡ് സ്റ്റോറേജ് ആൻഡ് കുക്കിംഗ്, അത് സൂക്ഷിക്കാനും കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ആവശ്യമായിരുന്നു. ദെൻ ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ക്ലേ വെസൽ ഫോർ സ്റ്റോറിങ് ഫുഡ് ആൻഡ് വാട്ടർ, ഇത്തരത്തിൽ ഭക്ഷണവും അതുപോലെ വെള്ളമൊക്കെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള സിമ്പിൾ ക്ലേ വെസൽസ് അവർ കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ആൻഡ് വീൽ മെയ്ഡ് വെറൈറ്റീസ്, ഹാൻഡ് മെയ്ഡ് തുടക്കത്തിൽ, പിന്നീട് വീൽ മെയ്ഡ് പോട്ടറീസ് യൂസ് ചെയ്യുന്നു. സോ ഹാൻഡ് മെയ്ഡ് ആയിരുന്നു അതിന്റെ ഒരു ഇനീഷ്യൽ ലെവലിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ പിന്നെയാണ് വീൽ ഉപയോഗിച്ച് പോട്ടറി ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് അവർ കണ്ടെത്തുന്നത്. അതോടുകൂടി പോട്ടറി ലാർജ് സ്കെയിൽ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങി, വലിയ പോട്ടറി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. ദെൻ ഈ പോട്ടറിക്കകത്ത് നിങ്ങൾക്ക് അറിയാം ഈ റീജിയണൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ചാലക്കുളത്തേക്ക് വരുമ്പോൾ അതിനെ പോട്ടറി കൾച്ചർ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ നിറത്തിലുള്ള പോട്ടറീസ് ആണ് ഉപയോഗിച്ചിരുന്നത്. കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ കോർസ് ഗ്രേ പോട്ടറി എന്നുള്ളതാണ് കാശ്മീരിലൊരു സവിശേഷമായിട്ടുള്ള പോട്ടറി. വിന്ധ്യ ഗംഗ റീജിയനിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, അതുപോലെ റസ്റ്റിക്കേറ്റഡ് വെയേഴ്സ്, ഇങ്ങനെയുള്ള പോട്ടറി ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ഓർത്ത് വെക്കുക. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ബേണിഷ്ഡ് ഗ്രേ പോട്ടറി, ബ്ലാക്ക് ഓൺ റെഡ് പെയിന്റഡ് പോട്ടറി, ഇങ്ങനെയുള്ള ഈ ബ്ലാക്കും റെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ നിറത്തിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനകത്ത് ഇവിടെ അടുത്തൊരു പ്രധാന സംഗതിയാണ്, ഇതോടുകൂടി നമുക്ക് നിയോളിത്തിക് അവസാനിപ്പിക്കാം. ഇതിനകത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സംഗതികൾ, സൈറ്റുകൾ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിലേത്, കാശ്മീരിലേത്, ഇതൊക്കെയാണ് എക്സാമിന് വരാറുള്ളത് കേട്ടോ. ഇനി ജസ്റ്റ് ഇതും കൂടി നിങ്ങളൊരു അവയർനെസ്സിലേക്ക് വേണ്ടിയിട്ട് പറയാം. ഈ അഗ്രികൾച്ചറൽ ഡൊമസ്റ്റിക്കേഷനെ പറ്റിയിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്, ഒരുപാട് സ്കോളേഴ്സിന്. സോ ഗോർഡൻ ചൈൽഡിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് കൃഷി തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് ഒയാസിസ് തിയറി ആണെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും സംഭവിച്ചിട്ടുള്ള ഒയാസിസ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എൻവിയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടായി. എൻവിയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് മാറി. അപ്പൊ ഡ്രൈ ആയിട്ട് മാറിയപ്പോൾ അതുവരെ പച്ച പിടിച്ച് കടന്നിരുന്ന പല സ്ഥലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഡ്രൈ പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തിൽ നമ്മൾ ഒയാസിസ് എന്ന് പറയല്ലോ, ഇപ്പൊ മരുഭൂമിയിലെ എന്താണ് പറയല്, മരുപ്പച്ച എന്നല്ല പറയല് ആയസ്. അപ്പൊ അത്തരത്തിലുള്ള മരുപ്പച്ചകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പച്ചപ്പും വെള്ളമൊക്കെ ഉണ്ടാവും. അവിടെ എല്ലാവരും പാടെ കൂടി താമസിക്കാൻ വേണ്ടി തുടങ്ങി. സോ ഇത്തരത്തില് ഗോൾഡൻ ചൈൽഡ് പറയുന്നത് ഒയാസിസ് തിയറി ആണ്. അതായത് ഇങ്ങനെ വരണ്ട് കടന്നപ്പോൾ എന്ത് ചെയ്യുന്നു, ആൾക്കാരൊക്കെ കുറച്ചെങ്കിലും പച്ചപ്പുള്ള പ്രദേശത്തേക്ക് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തു. മനുഷ്യന്മാർ മാത്രമല്ല, ഹ്യൂമൻസ്, ആനിമൽസ്, പ്ലാന്റ്സ്. അതായത് ഇവിടെ തന്നെയാണ് ആനിമൽസും പ്ലാന്റുകളൊക്കെ പിന്നെ അവശേഷിച്ചത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാവരും പാടെ ചെന്നെത്തിയപ്പോൾ മനുഷ്യന്മാർ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടുന്ന് കിട്ടുന്ന ആനിമൽസിനൊക്കെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പ്ലാന്റ്സിനൊക്കെ അവരെടുത്തിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അത്തരത്തിൽ അതൊരു ഏരിയ ആയിട്ട്, ഒരു ഹബ്ബായിട്ട് മാറി. അങ്ങനെ അത് അവിടെ കൃഷി തുടരുന്നതിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ കൃഷി എന്നുള്ള സംഗതി വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഗോർഡൻ ചൈൽഡിന്റെ ഒയാസിസ് തിയറി എന്ന് പറയുന്നത്. then റോബർട്ട് ജെ ബ്രൈഡ്വുഡ് അദ്ദേഹം പറഞ്ഞു വെച്ചാല് ന്യൂക്ലിയർ സോൺ ഹൈപ്പോത്തസിസ് എന്നുള്ളതാണ്. സോ അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ, ഇതിനകത്ത് ഈ പറഞ്ഞ പ്ലാന്റുകള് വൈൽഡ് ആൻസിസ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ട്രൈബ്ഡ് എന്നുള്ളതാണ്. ഈ ഫെർട്ടൈൽ ക്രസന്റിലാണ് ആദ്യമായിട്ട് കൃഷി തുടങ്ങിയത് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ ന്യൂക്ലിയർ സോൺ, അതായത് ചില പ്രത്യേക പ്രദേശങ്ങളുണ്ട്, അവിടെ ഇങ്ങനെയുള്ള ആനിമൽസും അതുപോലെയുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ വെറൈറ്റീസ്, വൈൽഡ് വെറൈറ്റീസ് ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ഒറിജിൻ ചെയ്ത് വന്നത് എന്നാണ് റോബർട്ട് ജെ ബ്രൈഡ്വുഡ് പറയുന്നത്. ഇനി അടുത്തൊരാളാണ് ലെവിസ് ബിൻഫോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡെമോഗ്രാഫിക് സ്ട്രെസ് മോഡൽ എന്നുള്ളതാണ്. ഡെമോഗ്രാഫിക് സ്ട്രെസ് മോഡൽ എന്ന് വെച്ചാൽ ഉള്ളൂ, അതിനകത്ത് കൃഷി തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ലെഡ് ടു റിസോഴ്സ് സ്കാർസിറ്റി ഡ്രൈവിംഗ് ഷിഫ്റ്റ് ടു അഗ്രികൾച്ചർ. തിരിച്ചും പറയാറുണ്ട്. അതായത് ശരിക്കും എന്താണ്, അഗ്രികൾച്ചർ തുടങ്ങിയതിന് ശേഷമാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായത് എന്നുള്ളത്. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് വെച്ചാല് പോപ്പുലേഷൻ ഗ്രോത്ത് ഒരുപാട് ഉണ്ടായപ്പോൾ റിസോഴ്സ് കുറഞ്ഞു, അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അതൊക്കെ അഗ്രികൾച്ചറിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ദെൻ കെന്റ് ഫ്ലാനറി പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്നുള്ളതാണ്. എത്രയേ ഉള്ളൂ, അഗ്രികൾച്ചർ എന്ത് ചെയ്യുന്നു, അവർ തുടങ്ങുന്നതോട് കൂടിയിട്ട് ചെറിയ രീതിയിൽ എന്തോ ഒന്നോ രണ്ടോ വിത്തിരുന്ന രീതി ഉണ്ടായിരുന്നത്, അതിലെന്ത് ചെയ്യുന്നു, ഇതിനകത്ത് പ്രൊഡക്ടിവിറ്റി കൂടി. അപ്പൊ അവർക്ക് മനസ്സിലാവും അത് കൊള്ളാല പരിപാടി, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, എന്നാൽ നമുക്ക് ഇനി കുറച്ച് തോനെ എന്ത് ചെയ്യാം, ഒരു വിത്തിരുന്ന രീതിയിലേക്ക് പോവാം. ഇങ്ങനെ കൂടുതൽ ലാർജ് സ്കെയിൽ കൾട്ടിവേഷനിലേക്ക് പോകുന്നതിന് അത് നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നിയോളിത്തിക് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിയോളിത്തിക് സൈറ്റുകൾ നമ്മൾ പറഞ്ഞു, ആൻഡ് നിയോളിത്തിക് റവല്യൂഷൻ എന്താ പറഞ്ഞു, ആരാണ് നിയോളിത്തിക് റവല്യൂഷൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഗോർഡൻ ചൈൽഡിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിയോളിത്തിക്കിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഭയങ്കരമായിട്ട് പറയുക എന്നുള്ളതിലുപരി എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചാൽക്കോളിത്തിക് ഏജിലേക്ക് പോവാം. സോ ചാൽക്കോളിത്തിക് ഏജ് എന്ന് വെച്ചാൽ ആദ്യത്തെ ചോദ്യമാണ്, എന്താണ് ചാൽക്കോളിത്തിക് ഏജ്? ഇത്രയേ ഉള്ളൂ. ചാൽക്കോളിത്തിക് ഏജ് എന്ന് വെച്ചാൽ കോപ്പർ പ്ലസ് സ്റ്റോൺ, അതായത് കോപ്പർ സ്റ്റോൺ ഏജ് നമ്മൾ പറയാറുണ്ട്. ചാൽക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കോപ്പർ എന്നുള്ളതാണ് ഗ്രീക്ക് ഭാഷയില്, ലിത്തോസ് എന്ന് വെച്ചാൽ സ്റ്റോൺ എന്നുള്ളതാണ് അറിയുന്നതിനാണ്. ചാൽക്കോലിത്തിക് എന്ന് വെച്ചാൽ കോപ്പറും സ്റ്റോണും ഒരേ സമയം ഉപയോഗിച്ചത്. മനുഷ്യന്മാർ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ മെറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോപ്പർ. ഏതാണ്? കോപ്പർ ആണ് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ മെറ്റൽ എന്ന് പറയുന്നത്. Then periods when both copper and stone tools were used simultaneously. നമ്മളെല്ലാവരും പറയില്ലേ, നമ്മളിപ്പോ പെട്ടെന്നൊരു കോപ്പർ കണ്ടെത്തിയിട്ടുണ്ട്, ഇനി എല്ലാവരും നാളെ മുതൽ കോപ്പർ ഉപയോഗിച്ചു ഒറ്റ ദിവസം കൊണ്ട് കുറിക്കാനൊന്നും പറ്റൂല. സോ എന്ത് ചെയ്യും, ഗ്രാജുവലി ആണ് ഈ ഒരു ചേഞ്ച് വരിക. നമ്മൾ അമ്മിക്കുട്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ്, എന്നിട്ട് എല്ലാവരും ഒരു ദിവസം നാളെ മുതൽ അമ്മിക്കുട്ടിയൊക്കെ ഒഴിവാക്കി മിക്സി ഉപയോഗിക്കണം എന്നല്ലല്ലോ. അത് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. ഇപ്പൊ പലപ്പോഴും എന്ത് ചെയ്യും, പല വീടുകളിലും അമ്മിക്കുട്ടിയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ആവശ്യമില്ലാത്തൊരു സാധനമായിട്ട് മാറിയിട്ട്. പക്ഷെ ഒരു പഴയ വീട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരേ സമയം മിക്സി ഉണ്ടാവും, അമ്മി ഉണ്ടാവും, രണ്ടും. അപ്പൊ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ്ലി കോപ്പറും സ്റ്റോണും യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് കോപ്പർ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ദെൻ ഓൾസോ നോൺ ആസ് കോപ്പർ ഏജ്, ഇതിനെ നമ്മൾ കോപ്പർ ഏജ് എന്നും അറിയപ്പെടാറുണ്ട്. ഇനി ഏതാണ്ട് ഒരു 1800 to 1500 BC സമയത്തൊക്കെയാണ് നമുക്ക് ഒരു ചാൽക്കോളിത്തിക് ഏജിനെ പറയാൻ പറ്റുക. എന്ന് വെച്ചാൽ എക്സാക്ട് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. 2200 മുതൽ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. ഒരു ഡേറ്റിനെ പറ്റി ഒന്നും ചോദിക്കില്ല, നമുക്ക് ആ ഒരു ക്രൊണോളജി കിട്ടിയാൽ മതി. പലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്, ചാൽക്കോളിത്തിക്, പിന്നെ ബ്രോൺസ് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. ദെൻ റൂറൽ കൾച്ചേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ക്ട് സെറാമിക് ട്രഡീഷൻസ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കൾച്ചറുകളാണ് ഈ ചാൽക്കോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഡിസ്റ്റിങ്ക്ട് സെറാമിക് ട്രഡീഷൻസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് പോട്ടറി ട്രഡീഷൻസ് ആണ് അവിടെ വരുന്നത്. പിന്നെ ഒറിജിനേറ്റഡ് ഡ്യൂറിങ് സെക്കൻഡ് മില്ലേനിയം BC എന്ന് വെച്ചാൽ 2000 BC സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ലാർജ്ലി ഇൻ ഐസൊലേഷൻ ഫ്രം ഹരപ്പൻ സിവിലൈസേഷൻ, അതായത് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചാൽക്കോളിത്തിക് ഏജിൽ നിന്ന് പിന്നീട് ഹരപ്പൻ സിവിലൈസേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതും സംഭവിക്കും.
പിന്നെ റീജിയണൽ വേരിയേഷൻസ് ഇൻ പോർട്രി ടൂൾസ് ആൻഡ് സെറ്റിൽമെന്റ് പാറ്റേൺസ്, ഇത്തരത്തിലുള്ള എന്താണ് പറയല് റീജിയണൽ വേരിയേഷൻസും കാണാനായിട്ട് പറ്റും. പോർട്രേറ്റിനകത്ത്, ടൂളിനകത്ത്, സെറ്റിൽമെന്റ് പാറ്റേണിനകത്തൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതാണ്ട് ഈ ഒരു IBC ഇൻഡസ് വാലിയുടെ തന്നെ സിമിലർ ടൈം പീരീഡിൽ തന്നെയാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞ ചാലിക്കോളിത്തിക് ഏജും എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡസ് വാലി എന്ന് പറയുന്ന ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ചാലിക്കോളിത്തിക് ഏജ് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റും. അതല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും ബ്രോൺസ് ഏജ് എന്നും പറയാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് കോപ്പറും ടിൻ അല്ലെങ്കിൽ ലെഡും മിക്സ് ചെയ്യുമ്പോഴാണ് ബ്രോൺസ് ഉണ്ടാകുന്നത്, ഒരു അലോയി ആണ്. സോ അത് ചാലിക്കോളിത്തിക്കിന്റെ തൊട്ടടുത്ത ലെവലിലേക്കാണ് ചെയ്യുന്നത് ഇത് പറഞ്ഞ് വരുന്നത്. എനിവേസ് നമ്മൾ ഇൻഡസ് വാലി വേറെ തന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി ഇവിടെ മേജർ ചാലിക്കോളിത്തിക് കൾച്ചേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ചാലിക്കോളിത്തിക് കൾച്ചേഴ്സ് ആണ് ഖായത, അഹർ, മാൽവ, ജോർവെ, സവാൽദ, രംഗ്പൂർ, പ്രഭാസ്. ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ചാലിക്കോളിത്തിക് കൾച്ചേഴ്സ് ആണ്. ഇത് എക്സാമിന് എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ ഇതൊക്കെ ഇന്നത്തെ ഏത് റീജിയനിലാണ് എന്നുള്ളത് വരും. ടൈം പീരീഡ് എന്നുള്ള അത്ര പ്രസക്തമാവുന്നില്ല, ബട്ട് ഒരു ക്രോണോളജിക്കലി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട അഹർ കൾച്ചറിനകത്ത് തന്നെ ഒരുപാട് സൈറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, മാൽവ കൾച്ചറിനകത്ത് തന്നെ ഒരുപാട് സൈറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏത് കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന സൈറ്റുകളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ കായത കൾച്ചർ എന്ന് പറയുന്നത് ഇന്നത്തെ മധ്യപ്രദേശിലെ മാൽവ പ്ലാറ്റൂവിലാണ്. ആൻഡ് അതിന്റെ പ്രധാന സൈറ്റ് എന്ന് പറയുന്നത് കായത എന്നുള്ളതാണ്. കായതയിലെ നിന്ന് ഈ പറഞ്ഞ റിമൈൻസ് കിട്ടിയതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത് കായത കൾച്ചർ എന്ന് പറയുന്നത്. ഇനി അഹർ എന്ന് പറയുന്ന കൾച്ചറിനകത്ത് ഇത് ആക്ച്വലി ഏത് സ്റ്റേറ്റിലാണ് രാജസ്ഥാനിലാണ്. അഹർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. അതിന്റെ അവിടുത്തെ ബാണാസ് റിവർ വാലിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ രാജസ്ഥാനിലെ അഹർ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു അംബർല ടേം ആണ് അഹർ കൾച്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് സൈറ്റുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വെച്ചാൽ ഹാരപ്പ അതിലൊരു സൈറ്റ് മാത്രമാണ്. ദെൻ മൊഹൻജദാരോ, പിന്നെ കാലിബംഗാൻ, ലോത്തൽ, ഇതൊക്കെ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷന് വ്യത്യസ്ത സൈറ്റുകളാണ്. സോ അഹർ എന്ന് പറയുന്ന കൾച്ചറിനകത്ത് വരുന്ന അഹർ എന്ന് പറയുന്ന ഒരു സൈറ്റ് ആണ്, ഗിലുന്ത് എന്ന് പറയുന്ന സൈറ്റ് ആണ്, ബലാത്തിൽ സൈറ്റ് ആണ്, ഗണേശ്വർ സൈറ്റ് ആണ്. ഇതെല്ലാം ഇന്നത്തെ രാജസ്ഥാനിൽ വരുന്ന സൈറ്റുകളാണ്. ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഗിലുന്ത്, ബലാത്തിൽ, അഹർ, ഗണേശ്വർ ഒക്കെ രാജസ്ഥാനിലാണ് വരുന്നത്. ദെൻ മാൽവ കൾച്ചർ എന്നുള്ളതാണ് ഇന്നത്തെ മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ ഈ റീജിയൻ ഒക്കെ ചേർത്താണ് നമ്മൾ എന്തായാലുള്ളത് മാൽവ എന്ന് പൊതുവെ പറയാറുള്ളത്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഭാഗം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് മാൽവ എന്ന് പറയുന്നത്. ദെൻ മാൽവ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന സൈറ്റുകളാണ് നവ്ദ തൊളി, ഈറൻ, നഗത. ഇതൊക്കെ എന്താണ് ഈ മാൽവ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ചാൽക്കോളിത്തിക് സൈറ്റുകളാണ് നവ്ദ തൊളി, ഇറൻ, നഗത എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ഓക്കെ ജോർവെ കൾച്ചർ ആണ്. ജോർവെ എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലാണ്. അതിനകത്തും വരുന്ന സൈറ്റുകളാണ് ജോർവെ, ഇനാംഗാവൺ, ദൈമാബാദ്. ഇതൊക്കെ ജോർവെ കൾച്ചറിന്റെ ഭാഗമാണ്. ദെൻ സവാൽദ കൾച്ചർ എന്ന് വെച്ചാൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡറിലാണ് സവാദ എന്ന് പറയുന്നത്, സവാൽദ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന സൈറ്റുകളാണ് സവാൽദ, ഖത്തോ, ദൈമാബാദ്. ഇതൊക്കെ അതിനകത്ത് സവാൽദ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന സൈറ്റുകളാണ്. ദൈമാബാദ് നിങ്ങൾക്ക് ജോർവയിൽ കാണാൻ പറ്റും. ദെൻ രംഗ്പൂർ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. രംഗ്പൂർ എന്ന് പറയുന്നത് അതിന്റെ പ്രധാന സൈറ്റ് എന്ന് വെച്ചാൽ രംഗ്പൂർ തന്നെയാണ്. ദെൻ പ്രഭാസ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ തന്നെ. അതിനകത്ത് പ്രധാന സൈറ്റ് എന്ന് വെച്ചാൽ പ്രഭാസ് പട്ടണം, അതാണ് സോംനാഥ് എന്ന് പറയുന്നത്. സോ ഇത്രയും സൈറ്റുകൾ, കൾച്ചറുകൾ, ആ പേരുകൾ, അതിനകത്ത് വരുന്ന സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി കായതയുടെ അകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ബീഡ്സ് ആൻഡ് ഓർണമെന്റ്സ് കാണാനായിട്ട് പറ്റും. 2 നെക്ലസ് 160 ആൻഡ് 125 ബീഡ്സ് ഒക്കെ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അബ്ജറ്റ് ബീഡ്സ്, ക്രിസ്റ്റൽ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റോൺസ് ആണ് കേട്ടോ. അതിന്റെയൊക്കെ ബീഡ്സ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഓർണമെന്റ്സ് അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ 40,000 മൈക്രോ സ്റ്റീറ്റൈറ്റ് ബീഡ്സും അവിടുന്ന് ഒരു പോർട്ടലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് കായത കൾച്ചറിന്റെ സവിശേഷതകൾ. പിന്നെ അവിടുത്തെ ഹൗസുകളിലേക്ക് വരികയാണെങ്കിൽ ബിഗ് വുഡൻ പ്ലാങ്ക്സ് ആസ് പില്ലർസ്, അതായത് മരത്തിന്റെ തടികൾ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പില്ലറുകളായിട്ട് വെക്കുന്നു. വാൾസ് ബാംബൂ സ്റ്റിക്ക് പ്ലാസ്റ്റേർഡ് വിത്ത് മഡ്, അതായത് മുളന്റെ കുറ്റികളൊക്കെ വെച്ച് അല്ലെങ്കിൽ മുള മരങ്ങൾ വെച്ചിട്ട് അതിനെ മഡ് വെച്ചിട്ട് എന്ത് ചെയ്യും കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തിരുന്നു. പിന്നെ ഹൗസ് പ്ലാൻസ് സ്ക്വയർ, സർക്കുലർ, റെക്ടാങ്കുലർ, ഇത്തരത്തിലുള്ള സ്ക്വയർ ആയിട്ടുള്ള വീട്, സർക്കുലർ ആയിട്ടുള്ളത്, റെക്ടാങ്കുലർ ആയിട്ടുള്ള വീടുകളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. then ഫ്ലോർ പ്ലാസ്റ്റേർഡ് വിത്ത് കൗഡങ് എന്ന് വെച്ചാൽ തറ അവരെന്ത് ചെയ്തിരുന്നു പശുവിന്റെ ചാണകം ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചാണകം മെഴുകി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പെയിന്റഡ് വിത്ത് ലൈം, ഇങ്ങനെയുള്ള ലൈം ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ലൈം എന്ന് വെച്ചാൽ നാരങ്ങയല്ല സ്റ്റോൺ ആയിരിക്കും, അതിന്റെ പൗഡർ ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും ആവശ്യമുള്ള രീതിയിൽ പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദെൻ നോ ബ്രിക്സ്, അവരെന്ത് ചെയ്തിട്ടില്ല
ബ്രിക്സുകൾ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഇൻഡസ് വാലിയിലാണ് ബേൺഡ് ബ്രിക്സ് ഒക്കെ വരുന്നത്. സോ ഇവര് ഈ പറഞ്ഞ ക്ലേ ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റർ എന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നോ ബേൺഡ് ഓർ അൺബേക്ഡ് ബ്രിക്സ് എന്ന് വെച്ചാൽ ചുട്ടെടുത്തതും അല്ലാത്തതുമായിട്ടുള്ള ബ്രിക്സ് ഒന്നും അവരെന്ത് ചെയ്തിട്ടില്ല, കായത കൾച്ചറിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അഹർ കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിനെ തന്നെ ബനാസ് കൾച്ചർ എന്ന് പറയും. കാരണം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വാലി ഓഫ് ദ റിവർ ബാണാസ്. ഓക്കെ, അഹർ കൾച്ചറിനെ ബാണാസ് കൾച്ചർ എന്നും പറയും. ഇനി അതിൽ വരുന്നത് RC അഗർവാൾ ആണ് അഹർ കൾച്ചർ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സൈറ്റുകളാണ് അഹർ എന്ന് പറയുന്നത് ഉദയ്പൂർ രാജസ്ഥാനിലാണുള്ളത്. മറ്റുള്ള സൈറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഉദയ്പൂർ, ചിറ്റോർഗഡ്, അജ്മീർ, ജയ്പൂർ ഇന്നത്തെ സ്ഥലങ്ങൾ മാണ്ടസോർ, ഉജ്ജയിനിലൊക്കെ അത് എന്താണ് പറയല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. പ്രധാന സൈറ്റുകൾ അഹർ, ബിലുന്ദ്, ബലാത്തൽ, ഗണേശ്വർ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ദെൻ അവരുടെ പോട്ടറിയിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇതൊരു പോട്ടറി ട്രഡീഷൻ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ 7 പോട്ടറി ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ പെയിന്റഡ് ഇൻ വൈറ്റ് കളർ എന്നുള്ള വൈറ്റ് കളറിലൊക്കെ പെയിന്റ് ചെയ്തിട്ടുള്ള പോട്ടറീസ് ഉണ്ടായിരുന്നു. ദെൻ കോപ്പർ ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ടൂൾസ് മെയ്ഡ് ബൈ സ്ട്രൈക്കിംഗ് കോപ്പർ ഷീറ്റ്സ് എന്ന് വെച്ചാൽ കോപ്പർ ഷീറ്റുകൾ മുറിച്ചിട്ട് എന്ത് ചെയ്യും അവര് ടൂൾസുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കോപ്പർ സോഴ്സ്ഡ് ഫ്രം K3 മൈൻസ്. ഇവർക്ക് എവിടുന്ന് കോപ്പർ കിട്ടിയെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കോപ്പർ ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് K3 മൈൻസ് എന്ന് പറയുന്നത്. സോ ജുഹൂനു എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെയാണ്, രാജസ്ഥാനിലാണ് എന്ന് മനസ്സിലാക്കുക K3 മൈൻസ്. സോ അവിടെ നിന്നാണ് അവർക്ക് കോപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അഹർ കൾച്ചറിന്റെ എക്കണോമിയിലേക്ക് വരികയാണെങ്കിൽ എക്കണോമി ആൻഡ് ഹൗസിംഗ്. സോ കോപ്പർ ആർട്ടിഫാക്ട് അവർ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. കോപ്പർ സെൽറ്റ്, നൈഫ്സ്, ബാംഗിൾസ്, റിങ്സ്, കോപ്പർ റോഡ് ഇങ്ങനെയുള്ള കോപ്പർ ടൂൾസും കോപ്പർ ഓർണമെന്റ്സ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. ഹൗസിംഗിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോൺ ഫൗണ്ടേഷൻ, ബേസ് എന്ത് ചെയ്തിരുന്നു, സ്റ്റോൺ ഉപയോഗിച്ച് ചെയ്തിരുന്നു. പിന്നെ മഡും അൺബേക്ഡ് ബ്രിക്സ് വാൾസ് ഒക്കെ അഹർ കൾച്ചറിൽ അവർ ഉപയോഗിച്ചിരുന്നു. കായതയിൽ അവർ ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല. ഇനി റെക്ടാങ്കുലർ സ്ക്വയർ ഹൗസുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സർക്കുലർ ഹൗസ് നമ്മൾ നേരത്തെ കായതയുടെ കേസിൽ പറഞ്ഞു, പക്ഷെ അത് അവിടെ കാണുന്നില്ല. ദെൻ സം ക്വയറ്റ് ലാർജ് വലിയ ഹൗസുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഗിൽദിലേക്ക് വരികയാണെങ്കിൽ ബേൺഡ് ബ്രിക്സ് അവിടുന്ന് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടന്റ് റയർ ഔട്ട്സൈഡ് ഇൻഡസ് സൈറ്റ്. അതായത് ഇൻഡസിന്റെ പുറത്ത് ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് എന്ത് ഇതിലുള്ള ബേൺഡ് ബ്രിക്സ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഗിലുന്തിൽ അത് കണ്ടിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചറിലേക്ക് വരികയാണെങ്കിൽ പ്രധാന ക്രോപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ആയിരുന്നു. ഓൾസോ ദേ കൾട്ടിവേറ്റഡ് ഗ്രാം, മൂങ്, വീറ്റ്, ബാർലി തുടങ്ങിയിട്ടുള്ള ക്രോപ്സ് ഒക്കെ അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ആനിമൽ റിമൈൻസിലേക്ക് വരികയാണെങ്കിൽ കൗ, ബഫലോ, ഗോഡ്, ഷീപ്പ്, പിഗ് തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു അവരുടെ റിമൈൻസ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മാൽവ കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് മാൽവ കൾച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. കീ സൈറ്റ് അതിനകത്ത് നവ്ദാത്തോളി നേരത്തെ പറഞ്ഞു, മഹേശ്വർ, നഗ്ദ, ഈറൻ തുടങ്ങിയിട്ടുള്ളവയ്ക്കാണ് ഇതിന്റെ പ്രധാന സൈറ്റുകൾ എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ. മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ പഹൽ, സൊൻഗാവോൺ, ചന്തോളി, പ്രകാശ്, ഇനാംഗാൺ, ദൈമാബാദ് ഒക്കെ മഹാരാഷ്ട്ര സൈറ്റുകളാണ്. ഇതിനെ ഓൾസോ കോൾഡ് നവ്ദാത്തോളി ചൽക്കോളത്തി കൾച്ചർ. സെയിം മാൽവ അതിനകത്തിന്റെ പ്രധാന സൈറ്റാണ് നവ്ദാത്തോളി എന്ന് വെച്ചാൽ, അതുകൊണ്ട് നവ്ദാത്തോളി ചൽക്കോളത്തി കൾച്ചർ എന്നും അത് അറിയപ്പെടുന്നുണ്ട്. ദെൻ അതിന്റെ പോട്ടറിയുടെ സവിശേഷതയിലേക്ക് വരികയാണെങ്കിൽ യെല്ലോ കളർ പെയിന്റിംഗ് ഇൻ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളർ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ദെൻ ലൈറ്റ് റെഡ് ഓർ പിങ്ക് പോട്ടറി വിത്ത് ബ്ലാക്ക് പെയിന്റിങ്സ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് കളർ പോട്ടറീസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ദെൻ പോട്ടറി ടൈപ്സിലേക്ക് വരികയാണെങ്കിൽ ഡിഷസ് വിത്ത് ബേസ്, ഓക്കെ, ഡിഷസ് വിത്ത് ബേസ് അതുപോലുള്ള ഡിഷസ് വിത്ത് ബേസ്, പെഡസ്ട്രൽഡ് കപ്സ്, ട്രോ, ഷാലോ ഡിഷസ്, ലോട്ട, പോട്ട്സ് ഇങ്ങനെയുള്ള പോട്ടറി ടൈപ്പുകൾ എന്ന് വെച്ചാൽ കൈയുള്ളതും പാത്രങ്ങളും കപ്പുകളൊക്കെ എന്ത് ചെയ്തിരുന്നു അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ കോപ്പർ ടൂൾസ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് യൂസ് ഓഫ് കോപ്പർ, വളരെ അപൂർവം അല്ലെങ്കിൽ കോപ്പറിന്റെ യൂസേജ് കുറവായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഫ്ലാറ്റ് സെൽറ്റ്, ഫിഷ് ഹുക്ക്, ഡ്രാഗർ, ബാംഗിൾസ് ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു കോപ്പറായിട്ട് ബന്ധപ്പെട്ടവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി മാൽവ കൾച്ചറിന്റെ ഹൗസിംഗ് ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലാങ്ക്സ്, പില്ലാർസ്, ബാംബൂ സ്റ്റിക് വാൾ പ്ലാസ്റ്റർഡ് വിത്ത് മഡ് ആൻഡ് ഇവര് ബ്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കായതിന്റെ ആലോചിച്ചാൽ മതി, സിമിലാരിറ്റിയുടെ കാണാൻ പറ്റും. ദെൻ പ്ലാൻസ് സർക്കുലർ, സ്ക്വയർ, റെക്ടാങ്കുലർ 3 ടൈപ്പിലും കാണാം. പിന്നെ പിഡ് ഡ്വെല്ലിങ്സ് ഇവിടെ ഉണ്ടായിരുന്നു മാൽവ കൾച്ചറിൽ ഇനാംഗോൺ, ദൈമാബാദിലൊക്കെ. അതിനകത്ത് സ്റ്റെയേഴ്സ് കണ്ടിട്ടുണ്ട് ഇനാംഗോണില്. ദെൻ 28 ഹൗസിംഗ് കോംപ്ലക്സ് അറ്റ് ദൈമാബാദിൽ 28 ഹൗസിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിനകത്ത് ഹൗസിംഗിന്റെ അകത്ത് അല്ലെങ്കിൽ കോംപ്ലക്സിനകത്ത് വർക്ക്ഷോപ്പുകള്, ക്രാഫ്റ്റ്മെൻ ഹൗസ്, പ്രീസ്റ്റ് ഹൗസ്, റിലീജിയസ് ഹൗസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ അതർ ആർട്ടിഫാക്ട്സ് ആണ്
ബീഡ്സ്, അത് അജറ്റ് കൊണ്ടുള്ള മുത്തുകള്, ജാസ്പർ കൊണ്ടുള്ളത്, കാർണീലിയൻ, ഷെല്ല്, ഫെയിൻസ് എന്നൊക്കെ വെച്ചുള്ള മുത്തുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ടെറാക്കോട്ട ബാംഗിൾസ്, കോപ്പർ ഇയർ റിങ്സ് ഇതൊക്കെ അവർ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി ജോർവേ കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്, എക്സെപ്റ്റ് വിദർഭ ആൻഡ് കൊങ്കൺ. ഈ റീജിയൻ അല്ലാത്തടത്തോടൊക്കെ അതിന്റെ എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാന സൈറ്റുകളാണ് ധൂൾ, ജൽഗാവോൺ, അമരാവതി, അഹമ്മദ് നഗർ, പൂന. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലെ പ്രധാന സ്ഥലങ്ങൾ ഡിസ്ട്രിക്റ്റുകളാണ്. അതിനകത്ത് പ്രകാശ്, സവാൽദ, കത്തോയി, തെക്വാദ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. ദൈമാബാദ്, നവാസ ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ ഇനാംഗാൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത്തരത്തിലുള്ള സൈറ്റുകൾ എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുത്തിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി പോട്ടറി ട്രഡീഷനിലേക്ക് വരികയാണെങ്കിൽ, പോട്ടറി എന്ന് വെച്ചാൽ റെഡ് വയർ വിത്ത് റെഡ് സ്ലിപ്പ് പോളിഷ്ഡ് പോട്ടറി അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയിന്റിങ്ങിൽ ബ്ലാക്ക് കളർ പെയിന്റിംഗ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് ടൈപ്പ് ബൗൾസ്, ജാർസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ലേറ്റർ ഫേസ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ അപ്പിയേഴ്സ് കോണ്ടാക്ട് വിത്ത് മെഗാലിത്തിക് കൾച്ചേഴ്സ്. ഇത്തരത്തിൽ ലേറ്റർ ഫേസ് ആകുമ്പോഴേക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറികളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ലൈഫ് ഇൻ ചാൽക്കോളിത്തിക് കൾച്ചേഴ്സ്, അവിടുത്തെ ഒരു ലൈഫ് മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇറിഗേഷന്, ക്രോപ്പ് റൊട്ടേഷൻ, ഡാംസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ഈ ചാൽക്കോളിത്തിക് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ ബാർലി പ്രധാന ക്രോപ്പ് ആയിരുന്നു, പക്ഷെ സർപ്ലസ് താരതമ്യേന കുറവായിരുന്നു എന്നുള്ളതാണ്. ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ട്രേഡ് ആൻഡ് കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ ട്രേഡും കൊമേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ബാർട്ടർ സിസ്റ്റത്തിനാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പോട്ടറിയുടെ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ കാലത്തെ ചരിത്രം നമ്മൾ പ്രധാനമായിട്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും പോട്ടറീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ പോട്ട്സ് ആൻഡ് ബേൺഡ് പോട്ട്സ് ബേൺഡ് ഇൻ ക്ലീൻ എന്ന് വെച്ചാൽ ചൂളയിൽ ചുട്ടെടുത്തിട്ടുള്ള പോട്ട്സ് ഒക്കെയാണ് അവർ നിർമ്മിച്ചിരുന്നത്. യൂസ്ഡ് ബേൺഡ് ബ്രിക്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ബേൺഡ് ബ്രിക്സ് കാണാൻ പറ്റും. ദെൻ വീൽ മെയ്ഡ് പോട്ടറി അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോഷ്യൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോൺ ഏജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നത് വീടുകളുടെ വലിപ്പത്തിന്റെ അകത്ത് ഹൗസിന്റെ ഷേപ്പുകൾ, ഹൗസിന്റെ ഫീച്ചേഴ്സ്, ദെൻ ഐറ്റം ഫൗണ്ട് ഇൻ ഗ്രേവ്സ്. ഇത് ഗ്രേവുകളിൽ കണ്ടിട്ടുള്ള ഐറ്റംസിന്റെ അകത്തും നമുക്കത് മാറ്റം കാണാൻ പറ്റും. റിച്ച് ഗ്രേവ്സ് ആണെങ്കിൽ ഗോൾഡും സിൽവർ ഒക്കെ ഈ ഇൻഡസ് വാലിയുടെ ടൈമിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ പുവർ ഗ്രേവ്സ് ആണെങ്കിൽ ചീപ്പ് പോട്ടറീസ് ആണ്. ദെൻ റിച്ച് ഗ്രേവ്സ് ആണെങ്കിൽ പ്രഷ്യസ് ഐറ്റംസ്. അതേസമയം പുവർ ഗ്രേവ്സ് ആണെങ്കിൽ എർത്ത് ആൻഡ് ബേർഡ്സ് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടൊക്കെയുള്ള മുത്തുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ ഇവർ പ്രധാനമായിട്ടും വില്ലേജുകളിലാണ് താമസിച്ചിരുന്നത്. ആ ഒരു ഇൻഡസ് വാലിക്ക് വരുമ്പോഴാണ് അർബൻ ലൈഫിലേക്ക് എത്തുന്നത്. ഇനി പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് ലൈഫ് ഓൺ ചാൽക്കോളിത്തിക് പീരീഡിലേക്ക് വരികയാണെങ്കിൽ എവിഡൻസ് ഓഫ് പബ്ലിക് അതോറിറ്റി അവിടെ കാണാൻ പറ്റും. ദെൻ പബ്ലിക് ബിൽഡിംഗ്സിലേക്ക് ഡാംസ് ആൻഡ് ഫോർട്ടുകളൊക്കെ കാണാൻ പറ്റും. എന്നാൽ അവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനകത്തൊന്നും കിട്ടുന്നില്ല. ഈവൻ ഇൻഡസ് വാലിന്റെ സമയത്ത് പോലും നമുക്ക് അത്രയും കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല എന്നുള്ളതാണ്. ഉള്ളത് വെച്ചിട്ട് നമ്മൾ സിറ്റാഡലും ലോവർ ടൗണിലേക്ക് പറയാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. ബട്ട് സ്റ്റിൽ വി ലാക്ക് ദി റിസോഴ്സ് എന്നുള്ളതാണ്. ഇനി റിലീജിയസ് ലൈഫിലേക്ക് വരികയാണെങ്കിൽ സിമിലർ ടു ഇൻഡസ് വാലി ലൈഫിനകത്ത് റിലീജിയസിനകത്തുള്ള ഒരു രീതിയാണ് അവർക്കും വരുന്നത്. മൾട്ടിപ്പിൾ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്സ് കാണാൻ പറ്റും. മദർ ഗോഡസ് ഉള്ളത് ഫെർട്ടിലിറ്റി കൾട്ടിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ചീഫ് ഡയറ്റി ആയിരുന്നു. മെയിൽ ഫിഗർ എന്ന് വെച്ചാൽ വളരെ റയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഗ്രേവ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവുന്നു. ദെൻ യൂണിക് ബറിയൽ പ്രാക്ടീസ് അവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളത്. അതുപോലെ തന്നെ ചിലത് എന്താണ് പറയുക, ഒരു വ്യത്യസ്ത രീതിയിലുള്ള ടൈപ്പ് പ്രാക്ടീസ് മഹാരാഷ്ട്രയിലോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് സ്കെൽട്ടൺസ് വിത്ത് ലോവർ പാർട്ട് ഓഫ് ഫീറ്റ് ചോപ്ഡ് എന്ന് വെച്ചാൽ കാലിന്റെ അടിഭാഗം കട്ട് ചെയ്ത് കണ്ട് കിടക്കുകയാണ്. അതായത് മുട്ടിന്റെ താഴേക്ക് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ചിലവർ വിശ്വസിക്കുന്നത് മേ ബി ഇത് ഗോസ്റ്റ് ആയിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്നൊക്കെയാണ് അതിന് സ്കോളേഴ്സ് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്തായാലും പോട്ടറി ട്രഡീഷനിലേക്ക് വരികയാണെങ്കിൽ കായതയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വെറൈറ്റീസ് ഓഫ് റെഡ് വെയർ പെയിന്റഡ് ഡാർക്ക് ബ്രൗൺ ആൻഡ് യെല്ലോ, ഇങ്ങനെയുള്ള 3 വെറൈറ്റി ഓഫ് റെഡ് വെയർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കായതയിലെ പോട്ടറി. അഹറിലേക്ക് വരികയാണെങ്കിൽ 7 വെറൈറ്റീസ് ഓഫ് പോട്ടറി ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പെയിന്റിംഗ് ഇൻ വൈറ്റ് കളർ, ഇങ്ങനെയുള്ള രീതിയിലുള്ള അഹറിലും 7 വെറൈറ്റി ഓഫ് പോട്ടറി കണ്ടിട്ടുണ്ട്. മാൽവയിലേക്ക് വരികയാണെങ്കിൽ യെല്ലോ കളർ പെയിന്റിംഗ് ഇൻ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളർ, മാൽവയിലും വ്യത്യസ്ത പോട്ടറീസ്. ജോർവയിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡ് ടൈപ്പ് ബൗൾസ് ആൻഡ് ജാർസ്, ഇങ്ങനെയുള്ള പോട്ടറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നും. രൺപൂരിൽ ലൂസ്ട്രസ് റെഡ് വെയർ എന്ന് വെച്ചാൽ ഭയങ്കര മിനുസപ്പെടുത്തിയിട്ടുള്ളത്
പ്രഭാസിലേക്ക് വരികയാണെങ്കിൽ റെഡ് കളർ പോട്ട്സ് പെയിന്റിംഗ് ഇൻ ബ്ലാക്ക്, സവാൽദ സിമിലർ പോട്ട്സ് യൂസ്ഡ്. സോ ഇത്തരത്തിൽ ഒരുപാട് പോട്രി അവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം ഓർത്തു വെക്കുക. ദെൻ ഈ ഒരു ബ്ലാക്ക്, റെഡ് വെയർ, പിന്നെ ഗ്രേ വെയർ എന്നൊക്കെ പറഞ്ഞൊരു ടൈം പീരീഡ് ഉണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് എക്സാമിൽ അത് വരാറുള്ളത്. നമ്മൾ PYQ പറയുമ്പോൾ അതിലേക്ക് പോകും. പിന്നെ ഇതിനകത്ത് ഈ നിയോളത്തിലെ മാറ്റങ്ങളൊക്കെയാണ് പറയുന്നത്. വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓർഗനൈസ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അഗ്രികൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പിന്നെ സർപ്ലസ് പ്രൊഡ്യൂസ്ഡ്, ട്രേഡ് ബിഗിൻസ്, ട്രേഡ് സെന്റേഴ്സ്, നിയോളത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, ചൽക്കോളത്തിക്കും കൂടെ അവസാനിച്ചിട്ടുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, റോഡുകളൊക്കെ പതുക്കെ വരുന്നു, സ്റ്റോർ ഹൗസസ്, സ്കാറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്റ്റോർ ഹൗസുകളൊക്കെ കൊണ്ടുവരുന്നു. ദെൻ ഹൗസസ് ഫോർ ഗാർഡിംഗ് ഗൂഡ്സ് ബിൽഡ്, ദെൻ ഡെയിലി ലൈഫ് ഫെമിലിറ്റീസ് ഗ്രോ അറൌണ്ട് സെന്റർ, അർബൻ സെന്റേഴ്സ് ഡെവലപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം അതൊക്കെ പാടെ ചേർന്നിട്ട് എവിടേക്ക് എത്തുന്നു, ഇൻഡസ് വാലി പോലത്തെ വലിയ സിവിലൈസേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇതിലൊരു കമ്പാരിസണിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് നിയോളത്തിക്കിനകത്ത് ടൈം പീരീഡ് 6000 to 3000, ചാലിക്കോളത്തിക്ക് 1800 to 1500 റഫ്ലി ആണ്. ദെൻ ടൂൾസിലേക്ക് വരികയാണെങ്കിൽ പോളിഷ്ഡ് സ്റ്റോൺ ഓൺലി എവിടെ ഉണ്ട് നിയോളത്തിക്കില്, പിന്നെ ചാലിക്കോളത്തിക്കില് കോപ്പർ പ്ലസ് സ്റ്റോൺ യൂസ് ചെയ്യുന്നു. എക്കണോമിയിലേക്ക് വരികയാണെങ്കിൽ നിയോളത്തിക്കിൽ അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷനും ആണ്. ചാലിക്കോളത്തിക്കിലേക്ക് വരുമ്പോൾ അഗ്രികൾച്ചർ, ക്രാഫ്റ്റ്, ട്രേഡ് ഇങ്ങനെയുള്ള ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖലയ്ക്ക് എത്തുന്നു. പോട്ടറിലേക്ക് വരികയാണെങ്കിൽ ഹാൻഡ് മെയ്ഡ്, ദെൻ വീൽ മെയ്ഡ് ആണ് നിയോളത്തിക്കിലേക്ക് വരുന്നത്. ദെൻ ചാലിക്കോളത്തിക്കിൽ വീൽ മെയ്ഡ്, റീജിയണൽ സ്റ്റൈല്, പോട്ടറിയിൽ തന്നെ ഒരുപാട് കളറുകളും ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും മാറ്റം വന്നു എന്നുള്ളതാണ്. ദെൻ നിയോളത്തിക്കിൽ പെർമനന്റ് വില്ലേജ്, വില്ലേജ് വിത്ത് പബ്ലിക് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിക്ക് മാറുന്നു. ദെൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഇഗാലിറ്റേറിയൻ ബിഗിനിങ്സ്, ഫസ്റ്റ് എവിഡൻസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇവിടെ നിയോളത്തിക്കിൽ എല്ലാവരും തുല്യരായിട്ടായിരുന്നെങ്കിൽ ചാലിക്കോളത്തിക്കിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ചെറിയ സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വീണ്ടും ഗ്രോ ചെയ്യാണ് ചെയ്യുക. അതായത് ഇവിടെ പബ്ലിക് പെർമനന്റ് വില്ലേജ് ആണ്, ഇവിടെ വില്ലേജ് വിത്ത് പബ്ലിക് സ്ട്രക്ചർ ആണ്. അടുത്ത് അർബൻ ആണ്, ഇൻഡസ് വാലിക്ക് എത്തുമ്പോൾ സിറ്റീസ് ആണ് വരിക. ആ ഒരു മാറ്റങ്ങളാണ്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇഗാലിറ്റേറിയൻ, ഇവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബിഗിനിങ് ആണെങ്കിൽ ഒന്നുകൂടിയും വിസിബിൾ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നു എന്നുള്ളത്. പിന്നെ റിലീജിയൻ വരികയാണെങ്കിൽ ഫെർട്ടിലിറ്റി കൾട്ട്, ഇവിടെ ചാലിക്കോളത്തിക്കിലേക്ക് മദർ ഗോഡസ്, കോംപ്ലക്സ് ബിലീഫ്സ് ഒക്കെ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി ഇതിലെ സൈറ്റുകൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. എക്സാമിന് വരുന്ന മാച്ച് ഫോളോയിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇട്ടിട്ടുള്ളതാണ്. മെഹർഗഡ് ഇന്നത്തെ പാകിസ്ഥാനിലാണ്, നിയോളത്തിക് സൈറ്റ് ആണ്, അഗ്രികൾച്ചറിന്റെ തുടക്കം അവിടുന്നാണ്. പിന്നെ ബുർസാവും കശ്മീരിലാണ്, നിയോളത്തിക് സൈറ്റ് ആണ്, പിറ്റ് ഡ്വെല്ലിങ്സ്, ഡോഗ് ബറിയൽസ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട്. കൊൽദിവ UP-യിലാണ്, നിയോളത്തിക് സൈറ്റ് ആണ്, ഏർലിസ്റ്റ് റൈസ് കൾട്ടിവേഷൻ അവിടെ കണ്ടിട്ടുണ്ട്. ഡവോജലി ഹൈഡിങ് SM-ലാണ്, ഗാരോ ഹിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു, നിയോളത്തിക് സൈറ്റ് ആണ്. ദെൻ ഷോൾഡേർഡ് ആക്സ് കണ്ടെത്തിയിട്ടുണ്ട്. കായത മധ്യപ്രദേശിലെ ചാൽക്കോളത്തിക് സൈറ്റ് ആണ്, കായത കൾച്ചർ ടൈപ്പ് സൈറ്റ് ആണ്. പിന്നെ അഹർ രാജസ്ഥാനിലാണ്, ചാൽക്കോളത്തിക് സൈറ്റ് ആണ്. ദെൻ നവ്ദാത്തോളി മധ്യപ്രദേശിലാണ്, ചാൽക്കോളത്തിക് ആണ്. ഇനാംഗാഡ് മഹാരാഷ്ട്രയിലാണ്, ചാൽക്കോളത്തിക് സൈറ്റ് ആണ്. ദൈമാബാദ് മഹാരാഷ്ട്രയാണ്, ചാൽക്കോളത്തിക് സൈറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ദെൻ സ്കോളേഴ്സിനെ പറ്റിയിട്ടാണ്. കോഡൻ ചൈൽഡ് നിയോളത്തിക് റവല്യൂഷൻ എന്നുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഒയാസിസ് തിയറി ആയതാണ് കോഡൻ ചൈൽഡിൻ്റെതാണ്. ദെൻ റോബർട്ട് ബ്രേഡ്വുഡ് ആണ് ന്യൂക്ലിയർ സോൺ ഹൈപ്പോത്തസിസ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതാണ്. ദെൻ ലൂയിസ് ബിൻഫോർഡ് ആണ് ഡെമോഗ്രാഫിക് സ്ട്രെസ് മോഡൽ പറഞ്ഞിട്ടുള്ളത്. കെൻ ഫ്ലാനറി ആണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം പറഞ്ഞിട്ടുള്ളത്. ദെൻ HD സങ്കല്യ എക്സ്കവേഷൻ അറ്റ് ആഹർ, ഗിലുന്ത്, നവ്ദാത്തോളിയിലൊക്കെ സങ്കല്യ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ MK ദവാലിക്കർ അദ്ദേഹമാണ് ഇനാംഗാവണിൽ പ്രധാനമായിട്ടും വർക്കുകൾ നടത്തിയിട്ടുള്ളത്. VS വക്കങ്കർ ആണ് കായത കൾച്ചർ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. RC അഗർവാൾ ആണ് അഹർ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിയോളത്തിക് അതുപോലെ തന്നെ ചാൽക്കോളത്തിക് ഭാഗത്ത് പറയാനുള്ളത്. നമ്മുടെ എക്സാമിൽ ഇതിന്റെ ഒരു സ്ട്രോങ് ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് സൈറ്റുകളാണ്. ഏതൊക്കെ സൈറ്റുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ വളരെ അപൂർവമായിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോട്ടറി കൾച്ചറിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടോ. പിന്നെ ഓരോ സൈറ്റുകൾ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ ഈ പറഞ്ഞ നിയോളത്തിക് റവല്യൂഷൻ പോലത്തെ ടേംസ് ഒക്കെ കോയിൻ ചെയ്തത് ആരാണ്, ഇതൊക്കെയാണ് പിന്നെ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതലായിട്ട് PYQ-ന്റെ സമയത്താണ് ഇതിനകത്ത് ഈ ഒരു ചില ഏരിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര ടോപ്പിക് വൈസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിസ്കസ് ചെയ്യേണ്ട ഏത് ഘട്ടത്തിലെന്ന് വെച്ചാൽ നമുക്ക് ആ കണ്ടന്റ് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഒരു നെറ്റ് എക്സാമിന് പെർസ്പെക്റ്റീവിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ ആ ഭാഗം കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യു ഡോണ്ട് ടു വറി അബൌട്ട് ഇറ്റ്.
നമ്മളൊരു ടോപ്പിക് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ നിയോളിത്തിക്കും ചാൽക്കോളിത്തിക്കും നമ്മളോട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്, ഇൻഡസ് വാലി എന്ന് പറയുന്നത് നമ്മളൊരു നെറ്റ് എക്സാമിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചോദ്യം മാത്രം വരുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. കാരണം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുവർണ എന്താണ് പറയല് ലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് ഇൻഡസ് വാലിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കണം. ഏതായാലും മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു. നൗ